എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വിഷയം തൈറോയിഡ് മുഴകളും നീർക്കെട്ടും മരുന്നും ഓപ്പറേഷനും എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പല രീതിയിലാണ് അത് അനുഭവപ്പെടുക. എന്ന് പറഞ്ഞാൽ മുഖത്ത് ഉള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഭാരം കൂടൽ, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, വയറ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ പല രീതിയിലാണ് വരിക. അപ്പം ശരിക്കും ഒരു ആൾക്ക് എങ്ങനെയാണ് സ്വയം ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുക തൈറോയിഡ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലെന്ന്? നമുക്ക് തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസത്തിൻ്റെ ഹോർമോണാണ് തൈറോയ്ഡ് ഉണ്ടാക്കുന്നത്. അത് യൂഷ്വലി അതിൻ്റെ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ കുറയുക അല്ലെങ്കിൽ കൂടുകയോ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുകയാണെങ്കിൽ അവർ മോർ ആങ്സൈറ്റി, വെയിറ്റ് കുറയുന്ന പോലെ തോന്നും. അത് പക്ഷേ കുറച്ചുകൂടെ റെയറാണ്. തൈറോയിഡിൻ്റെ കുറയുന്ന തൈറോയിഡൈറ്റിസ്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ് കൂടുതലായിട്ടുള്ളത്. അത് വരുമ്പോൾ മിക്കവാറും ടയർഡ്നെസ് ആയിരിക്കും, മൊത്തത്തിലൊരു ക്ഷീണം, എല്ലാത്തിനോടും ഒരു മടി, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടാകും പക്ഷെ ചെയ്യാൻ പറ്റില്ല. പിന്നെ വണ്ണം കൂടി വരിക, തണുപ്പ് തോന്നുക, മൊത്തത്തിൽ എല്ലാത്തിലും തണുപ്പ് അനുഭവപ്പെടുക. ഇതൊക്കെ ആയിരിക്കും അവർക്ക് തോന്നുന്ന യൂഷ്വലി ഉള്ള സിംറ്റംസ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഇത് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ കൂടുതൽ അറിയാൻ അതിൻ്റെ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് അങ്ങനത്തെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹൈപ്പർ ആണെങ്കിലും ഹൈപ്പോ ആണെങ്കിലും നമുക്കിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് മറ്റേ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്നതിൻ്റെ ഒരു സിറ്റുവേഷനാണ് കൂടുതലായിട്ട് കാണുന്നതെന്നാണ് പറയുന്നത്. അതേസമയം ഈ ഹൈപ്പോ തൈറോയിഡിസം പല കാരണങ്ങൾ കൊണ്ട് വരാം എന്നും പറയുന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം വരാൻ സാധ്യത? ഈ ഹൈപ്പോ തൈറോയിഡിസം വളരെ റെയറായിട്ട് ജന്മനാ വരാറുണ്ട്. അത് കൊച്ചു പിള്ളേരുടെ അപ്പം തന്നെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അവരുടെ മെൻ്റൽ റിട്ടാർഡേഷനും അങ്ങനത്തെ ഒരു ക്രെറ്റിനിസം എന്ന് പറയുന്നൊരു സാധ്യതയിലേക്ക് പോകാം. അതുകൊണ്ട് ഇപ്പം മിക്കവാറും എല്ലായിടത്തും എല്ലാവരും തന്നെ തൈറോയ്ഡ് ഹോർമോൺ നമ്മൾ ന്യൂ ബോണിൻ്റെ ബ്ലഡ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ യൂഷ്വലി ഹൈപ്പോതൈറോയിഡിസം വരുന്നതൊക്കെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തൈറോയിഡിന് വേണ്ടിയിട്ട് മുഴയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു കളയുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പം പല പേഷ്യൻസിനെയും കാണുമ്പം രണ്ട് രീതിയിലുള്ളതാണ്. ഒന്ന് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വന്ന ഹൈപ്പോതൈറോയിഡിസം, ഓപ്പറേഷൻ ചെയ്ത് മുഴ എടുത്തു കളഞ്ഞു. അത് പ്രത്യേകിച്ചും മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ, അത് ഗോയിറ്റർ എന്ന് പറയില്ല, അതിൻ്റെ അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട്, ജനറലി അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന ഈ തൈറോയിഡിൻ്റെ മുഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തൈറോയിഡിനെ തന്നെ അങ്ങ് എടുത്തു കളയുന്നത്. അത് കുറേ വർഷങ്ങളായിട്ട് 19 വർഷമായിട്ട് നമ്മുടെ മെഡിക്കൽ പ്രാക്ടീസിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പണ്ടൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി വലിയ മുഴയ്ക്കൊക്കെയാണ്. ഇപ്പം ഈവൻ ഇപ്പം എന്നല്ല, കുറേ കാലഘട്ടമായിട്ട് അത് ഈവൻ ചെറിയ മുഴയ്ക്ക് വേണ്ടിയിട്ടും. പിന്നെ പലപ്പോഴും പേഷ്യൻസ്, ഇപ്പം കാണുന്ന പലതരം പേഷ്യൻസും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൈറോയിഡിൻ്റെ ഗ്ലാൻഡ് എടുത്തു കളഞ്ഞ് അത് മുഴുവൻ എടുത്തു കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ പാരാതൈറോയ്ഡ് ഹോർമോണും കൂടെ ഡെഫിഷ്യൻ്റ് ആയിട്ട് വരുന്നവരുണ്ട്. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ തൈറോയ്ഡ് ഹോർമോൺ മാത്രമല്ല, പാരാതൈറോയ്ഡ് ഹോർമോൺ, അതായത് കാൽസ്യത്തിൻ്റെ മെറ്റബോളിസത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ തൈറോയിഡിൻ്റെ ഗ്ലാൻഡ് എടുത്ത് കളയുമ്പം, അതും പ്രത്യേകിച്ച് ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ആയിപ്പോവും. അപ്പോൾ കാൽസ്യം നമ്മുടെ ബോഡിക്ക് എല്ലാത്തിനും വേണ്ടതാണ്. കാൽസ്യം മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന കാൽസിറ്റോണിനും പാരാതൈറോയ്ഡ് ഹോർമോണും ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തുള്ളതാണ്. അപ്പോൾ ഈ ടോട്ടൽ തൈറോയിഡക്ടമി അതും ശരിക്കും ഗോയിറ്ററിന് വേണ്ടിയാണ് എടുക്കുന്നത്. ശരിക്കും അതിനൊരു ആവശ്യമില്ലാത്തതാണ്. അപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് എന്നോട് ചോദിച്ചപ്പോൾ എന്തിനായിരുന്നു എടുത്തത്? ഗോയിറ്ററായിരുന്നു. ഗോയിറ്ററിന് വേണ്ടിയിട്ട് എന്തിനാണ് ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്തത്? അത് പറഞ്ഞു താഴേക്ക്, ഡോക്ടർ പറഞ്ഞു താഴേക്ക് ഇറങ്ങി ശ്വാസം മറ്റേ ട്രക്കിയുടെ അങ്ങോട്ടൊക്കെ ഇറങ്ങി ചിലപ്പം ശ്വാസം മുട്ടൽ വരും, അതുകൊണ്ട് എടുത്തു കളഞ്ഞെന്ന്. അപ്പം ശരിക്കും ശ്വാസം മുട്ടലൊന്നും ആ പേഷ്യൻ്റ് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ആ പേഷ്യൻ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്തോ കോംപ്ലിക്കേഷനിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. കുറച്ച് നാൾ നെർവ് ഡാമേജും വന്നു, സൗണ്ടിന് വ്യത്യാസം വന്നു. അങ്ങനെ ഒരു കുഴപ്പവും, ഒരു ആവശ്യമില്ലാതെ പോയി ഓപ്പറേഷൻ ചെയ്ത്
അത് കോംപ്ലിക്കേഷനിലേക്ക് പോയി. അത് പലപ്പോഴും രോഗികളോട് ഡോക്ടേഴ്സ് പറഞ്ഞ് ഇപ്പം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പെസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെയും പിന്നെ എന്നാലും ഈ മുഴ ഇങ്ങനെ ഇരിക്കുകയല്ലേ എന്ന്. അപ്പോൾ പലർക്കും ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ അത് ക്യാൻസർ, അതിനെ എടുത്തു കളയണം എന്നുള്ള ഒരിതാണ്. അപ്പോൾ ആ കൺസെപ്റ്റ് തന്നെ നമ്മൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. ഗോയിറ്ററിനൊക്കെ നമ്മൾ എന്തെങ്കിലും അത്ര ബുദ്ധിമുട്ട് ഇപ്പം നമുക്കിപ്പം ഈ മോഡേൺ മെഡിസിൻ, മോഡേൺ ഡയഗ്നോസ്റ്റിക്സും ഒക്കെ ഇത്ര ഇമ്പ്രൂവ് ചെയ്ത് ഈ സമയത്ത് ഒരു ചെറിയ മുഴ തന്നെ വന്നാൽ അറിയാം. അപ്പം തന്നെ അതിൻ്റെ കറക്ഷനാണ് ചെയ്യേണ്ടത്. ഈ ഹൈപ്പോതൈറോയിഡിസം വരുന്നത് ഗോയിറ്റർ ഉണ്ടെങ്കിലും വരാം, അല്ലാതെ മുഴയില്ലാതെ ഹൈപ്പോതൈറോയിഡിസം വരാം. അതിന് ഹാഷിമോട്ടോഫ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇതിൻ്റെ എല്ലാം നമ്മളുടെ ജീവിതശൈലി രോഗങ്ങളിലാണ് ഇതെല്ലാം പെടുന്നത്. അപ്പം മുഴ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗോയിറ്റർ, മൾട്ടിനോഡുലർ ഗോയിറ്റർ അത് വന്നാൽ അതിൻ്റെ ഐഡിനും ഒക്കെ എടുത്ത് നമ്മൾ എന്താണ് നമ്മുടെ ഭക്ഷണത്തിലെ ഡെഫിഷ്യൻസി നോക്ക്. അതുപോലെ ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിലും അത് നമുക്ക് മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. തുടക്കത്തിലേ കണ്ടുപിടിച്ച ഹൈപ്പോതൈറോയിഡിസം, ഹാഷിമോട്ടോ തൈറോയിഡിസം ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം എത്ര എനിക്ക് തോന്നുന്നു ഒരു 10-25%, അത്രയൊന്നും എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ രോഗികളായിട്ട് വരുന്നതിൽ ഒരു നല്ല ശതമാനം, മോർ ദാൻ 50% പേഷ്യൻസിന് അവരുടെ രോഗം, മേജർ രോഗം വേറെ ആയിരിക്കും. അവർ തൈറോയിഡിസത്തിന് വേണ്ടി ഒന്നെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈപ്പോതൈറോയിഡിസത്തിന്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അത്ര അധികമാണ്. അപ്പം തൈറോയ്ഡ് ഗ്ലാൻഡ് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ്. അത് ആവശ്യമില്ലാതെ എടുത്ത് കളയരുത്. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിലും ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആണെങ്കിലും നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ അത് മാറ്റി മരുന്ന് തൈറോയിഡിൻ്റെ മരുന്ന് കുറച്ചുകൊണ്ട് ഇല്ലാതെ തന്നെ, പ്രത്യേകിച്ച് തുടക്കത്തിലെയൊക്കെ ആണെങ്കിൽ ഈവൻ 10, 20, 25, 30 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവരുടെ പോലും മരുന്ന് നിർത്തി അവരുടെ തൈറോയ്ഡ് ഫങ്ഷൻ നോർമലാക്കിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ തൊണ്ടയിൽ നൊഡ്യൂൾസ് വരികയും അത് കാരണം ഇങ്ങനെ തൊണ്ടവേദന ഉണ്ടാവുകയും പിന്നെ അത് ചെക്ക് ചെയ്യുകയും അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എന്താണ് ശരിക്കും പിന്നെ മാർഗം? നമ്മൾ തൊണ്ടയിൽ തൈറോയ്ഡ് സംബന്ധിച്ചും മുഴ ചെറുതാണേലും കുഴപ്പമില്ല, ബയോപ്സി എടുത്തു കഴിഞ്ഞാലും നമ്മളത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് ചില ഈ മൾട്ടിനോഡുലർ, അതായത് കൊളോയിഡ് ഗോയിറ്റർ എന്ന് പറയും. അതായത് അതിനകത്ത് ഐഡിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ചില സയനൈഡ്, ചിലതരം പോയിസൺസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ടുണ്ടാകുന്ന മുഴ ഇതാണ്. ബേസിക്കലി ഐദർ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ടോക്സിൻസ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തൈറോയിഡിൻ്റെ രോഗം വരുള്ളൂ. ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും മൾട്ടിനോഡുലർ ഗോയിറ്റർ ആണെങ്കിലും ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിലും ഈവൻ ക്യാൻസർ ആണെങ്കിലും നമ്മളത് ബേസിക്കലി മനസ്സിലാക്കണം. അതിൻ്റെ എല്ലാം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. ഇമ്മ്യൂൺ സിസ്റ്റം ഡീറെയിൽഡ് ആകുന്നു. ആ ഇമ്മ്യൂൺ സിസ്റ്റം ഡീറെയിൽഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒന്നെങ്കിൽ ടോക്സിൻ ആവണം, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ആവണം. ഈ രണ്ട് കാര്യം കൊണ്ട് നമുക്ക് രോഗം വരാൻ പറ്റുള്ളൂ. കാരണം എന്താ? നമ്മളുടെ ബോഡിയെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പം ഭക്ഷണത്തിൽ ഇപ്പം നമുക്കറിയാം, ഒരു എഞ്ചിന് കേടുവരണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഓയിലും ഗ്രീസും ഒക്കെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അത് കേടുവരും. അല്ലെങ്കിൽ ആ മെഷീൻ ഇട്ട് കൊടുക്കുന്ന അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അതിൻ്റെ ഫുഡ്, ഇപ്പം ഒരു കാറിൻ്റെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസലായിരിക്കും. അപ്പോൾ ആ ഡീസലോ പെട്രോളിനോ മായം ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഞ്ചിന് കേടുവരും. ആ സെയിം ആപ്ലിക്കബിൾ ആണ് നമ്മളുടെ ഹ്യൂമൻ ബോഡിയും ബേസിക്കലി ഒരു എഞ്ചിനാണ്. അതിന് വേണ്ട റോ മെറ്റീരിയലാണ് നമ്മളുടെ ന്യൂട്രീഷൻ എന്നുള്ളത്. ആ റോ മെറ്റീരിയലിൽ ടോക്സിൻസ് വന്നു കഴിഞ്ഞാൽ അതിന് കേടുവരും. പിന്നെ റോ മെറ്റീരിയലിന് കൊടുക്കേണ്ട പ്രൊപ്പോർഷൻസ് കറക്റ്റ് അല്ലെങ്കിൽ അതിനും നമുക്ക് മോശം വരും. ഈ കാര്യങ്ങൾ അത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ഈ രോഗങ്ങളൊന്നും ട്രീറ്റ് ചെയ്യാനോ അതിനകത്ത് മോചനം നേടാനോ ഒരു വിഷയമല്ല. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അതിനുള്ള ഒരു പ്രത്യേകിച്ച് രോഗികൾ, പ്രത്യേകിച്ച് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർ, തൈറോയിഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർ അതെന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാൻ പോകണം.
അല്ലാതെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത ആ ഓർഗനെ അങ്ങ് എടുത്തു കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം വേണ്ട ഓർഗനുകൾ മാത്രമേ നമ്മുടെ ബോഡിയിലുള്ളൂ, ഒരു പാർട്ടും വേണ്ടാത്തതായിട്ടില്ല. അപ്പം എടുത്തു കളയാൻ എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നിട്ട് ആദ്യം പോയി നമ്മൾ ഡോക്ടർമാരോടൊക്കെ പറഞ്ഞു അയ്യോ എനിക്കിത് എടുത്തു കളയണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പിന്നെ പലരും പറയും അതിൽ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ബോഡിയിൽ വേണ്ട എല്ലാം ആവശ്യമുള്ളതാണ്. അത് ക്യാൻസർ വരുമോ എന്ന് പേടിച്ചൊക്കെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെയുള്ള ആഫ്റ്റർ എഫക്റ്റും കൂടെ നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ അതുമായിട്ട് നടക്കേണ്ടി വരുമെന്നും കൂടെ നമ്മൾ ഓർക്കണം. ഈ മറ്റേ ഹോർമോൺ കുറയുന്ന പോലെ തന്നെ തൈറോയിഡ് ഹോർമോൺ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഹൈപ്പർ തൈറോയിഡിസം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ മറ്റേ ഹൈപ്പോ തൈറോയിഡിസം പോലെ ക്ഷീണവും അങ്ങനത്തെ കാര്യങ്ങളല്ല, ഇതാണെങ്കിൽ ഹാർട്ടിനെ വരെ ബാധിക്കാം. എല്ലാ രീതിയിലും നമ്മൾക്ക് കുറച്ചും കൂടെ ഡേഞ്ചർ ആണെന്ന് പറയുന്നു. മസിൽസ്, ബോണ്, അങ്ങനത്തെ ഫെർട്ടിലിറ്റി എല്ലാ കാര്യങ്ങളെയും ബാധിക്കാമെന്ന് പറയുന്നു. അത് അങ്ങനെ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഒരു സ്ഥിതിയിൽ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? ഹൈപ്പർ തൈറോയിഡിസം ആകുമ്പോൾ ആക്ച്വലി ഹൈപ്പർ തൈറോയിഡിസം മാത്രമല്ല, ഹൈപ്പോ തൈറോയിഡിസം ഹാർട്ടിനെയും മസിൽസിനെയും എല്ലാം ബാധിക്കും. ഈവൻ ഹൈപ്പോ തൈറോയിഡിസം കൊണ്ടും കാർഡിയാക് ഫെയിലിയർ വരും. പക്ഷെ രണ്ടും രണ്ട് രീതിയിലായിരിക്കും എന്ന് മാത്രം. ഹൈപ്പർ വെച്ചിട്ട് വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ നെഞ്ചിടിപ്പ്, നമ്മുടെ മെറ്റബോളിസം കൂടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം നെഞ്ചിടിപ്പ് വരും, ടെൻഷൻ വരും, ആങ്സൈറ്റി, ഉറക്കമില്ല, കൈയൊക്കെ വിറയ്ക്കുന്ന പോലെ വരും, പിന്നെ കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്നത് പോലെ വരും. ഇതൊക്കെയാണ് അതിന് മൈസ്തീനിയ ഗ്രാവിസ് അതിന് ഗ്രേവ്സ് ഡിസീസ് എന്നാണ് പറയുന്നത്. അപ്പം ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും അതിൽ വരുന്നത്. അതിൽ നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യാൻ ബീറ്റാ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന ഹാർട്ടിൻ്റെ ബീറ്റ് ഹാർട്ടിനെ ഒന്ന് ക്വയറ്റൻ ചെയ്യാനായിട്ട് കൊടുക്കും. പിന്നെ ഈ കൂടുതൽ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാവുകയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. അത് എടുത്തിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നും എടുത്ത് സിംറ്റമാറ്റിക് റിലീഫിന് വേണ്ടി ബീറ്റാ ബ്ലോക്കേഴ്സും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ അവിടെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമുക്ക് നമ്മുടെ തൈറോയിഡിനോട് കൂടുതൽ ഉണ്ടാക്കാൻ പറയുകയാണ്. ഇമ്മ്യൂൺ സിസ്റ്റം അതിൻ്റെ ഒരു റിയാക്ഷനാണ് അതിനകത്ത് വരുന്നത്. ആ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പേഷ്യൻ്റ് സ്റ്റേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തിരക്കിട്ട് നമ്മൾ ഒന്നെങ്കിൽ സർജറി ചെയ്ത് തൈറോയിഡിനെ എടുക്കും, അല്ലെങ്കിൽ റേഡിയോ അയഡിൻ കൊടുത്ത് തൈറോയിഡിനെ കംപ്ലീറ്റ് നോക്കൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കുള്ള ഒരു ഓർഗനെ അത് റിപ്പയർ ചെയ്തെടുക്കാതെ നമ്മളതിനെ നശിപ്പിക്കാൻ നോക്കുവാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇപ്പം മോഡേൺ മെഡിസിനിൽ ആരും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ മരുന്ന്, ഈ ഒരു ഓപ്ഷനുമായിട്ടാണ് ചെല്ലുന്നത്. ഇപ്പോൾ ഡോക്ടർമാർ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കറക്റ്റ് ചെയ്യാനൊന്നും വില്ലിങ് ആകുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആരും ഇപ്പോൾ ഒരു മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിൽ പോയി ആരും ലൈഫ് സ്റ്റൈൽ കറക്ഷനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഇത്രയും ഈ ഒരു ഹൈപ്പർ തൈറോയിഡ് സ്റ്റേജിലൊക്കെ ചെല്ലുമ്പം ഒരു റീസണബിളി സിംറ്റമാറ്റിക് ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓരോ രോഗികളുമാണ് തീരുമാനിക്കേണ്ടത് അവർ വില്ലിങ് ആണോ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്നുള്ളത്. അത് ഏത് രോഗത്തെ സംബന്ധിച്ചും അത് ബാധകമാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കാര്യത്തിൽ അത് ബാധകമാണ്. ഇമ്മീഡിയറ്റ്ലി നമുക്ക് സിംറ്റമാറ്റിക് കൺട്രോൾ വേണം. ഉള്ള തൈറോയ്ഡ് ഹോർമോണിനെയൊക്കെ അതിനൊക്കെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഇന്നുണ്ട്. അത് ആ കാര്യത്തിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളും ഉണ്ട്. അത് കഴിക്കുക, അത് ചെയ്യുക, അത് കഴിഞ്ഞ് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഈ ഡെലിവറിക്ക് ശേഷം എന്തുകൊണ്ടാണ് ഈ തൈറോയിഡ് പ്രോബ്ലംസ് വരിക? ഡെലിവറിക്ക് ശേഷം എന്നില്ല, ഒത്തിരി ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി പേരും ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസ് തൈറോയ്ഡ് സപ്ലിമെൻറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസും കാണാറുണ്ട്, ഗ്രേവ്സ് ഡിസീസ് കാണാറുണ്ട്, പക്ഷെ കുറവാണ്. ഹാഷിമോട്ടോ വെരി കോമൺ ആണ്, വളരെ കോമൺ ആണ്. ഇപ്പം ഞാനൊക്കെ എൻ്റെ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ ഞാൻ ബേസിക്കലി ഇൻഫെർട്ടിലിറ്റി ഗൈനക്കോളജി ആയിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു 40 years ബാക്ക് പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്തൊക്കെ
ഒരു 100 പേരിൽ നമ്മൾ തൈറോയിഡിൻ്റെ ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻഫെർട്ടിലിറ്റി പേഷ്യൻറ്റിൽ ഒരു കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലെസ് ദാൻ 10% മാത്രമേ പോസിറ്റീവ് ആയിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി കൂടുതലാണ്. ഒരു കൊച്ചു പിള്ളേരിൽ പോലും 10, 12, 13 വയസ്സുള്ള കുട്ടികളിൽ പോലും ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വരുന്നു. അതിപ്പം എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസും കൂടി വരികയാണല്ലോ. പിന്നെ ഒബേസിറ്റി കൂടുന്നതനുസരിച്ച് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസും കൂടും. ഒബേസിറ്റി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ആൻഡ് മസിലിൻ്റെ പ്രൊപ്പോർഷൻസ് തെറ്റുക. അതുപോലെ ഈ ഫാറ്റിൽ നമ്മുടെ ഇൻഫ്ലമേറ്ററി ഫാറ്റ് കൂടുകയാണ്. omega-6 എന്ന് പറഞ്ഞ് ബേസിക്കലി ഈ omega-3-6 റേഷ്യോ കറക്റ്റ് ആകണം. നമ്മുടെ ബോഡിയിലെ കൊഴുപ്പിൻ്റെ 2 തരം കൊഴുപ്പുണ്ട്. അതാണ് നമ്മളുടെ ഒരു ഹോർമോൺ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ബാലൻസാണ് ശരിക്കും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ പറ്റുന്നതുകൊണ്ടാണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വരുന്നത്. അപ്പോൾ ഈ തൈറോയ്ഡ് ശരിയാണ്, പ്രഗ്നൻസി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കൂടുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസ് മിക്കവാറും ഒബേസിറ്റി ഒക്കെ അവർക്കുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വന്നു. അതുപോലെ പല ലേഡീസും പ്രഗ്നൻസി കഴിഞ്ഞ് കഴിയുമ്പം പ്രഗ്നൻസി പീരീഡിലും ഓവർ വെയിറ്റ് ആവുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും തൈറോയ്ഡ് വരുന്നു. അപ്പം ഓവർ വെയിറ്റ് വരുമ്പോഴേക്കും തൈറോയ്ഡ് ഓവർ വെയിറ്റ് ഇല്ലാത്തവർക്ക് വരില്ല എന്നല്ല, ഓവർ വെയിറ്റ് വരുന്നതനുസരിച്ച് തൈറോയിഡിൻ്റെ വരാനുള്ള, പ്രത്യേകിച്ച് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വരാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കും. അത് ആ പ്രഗ്നൻസിയിലെ വെയിറ്റ് ഗെയിൻ ആണ് അതിലേക്ക് വരുത്തുന്നത്. ഈ പിള്ളേരിൽ ഈ തൈറോയിഡ് പ്രോബ്ലം വരുന്നത് കൂടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ലൈഫ് സ്റ്റൈൽ തന്നെ, തെറ്റുന്ന ലൈഫ് സ്റ്റൈൽ. പിള്ളേർ കളിക്കുന്നില്ല, ഉള്ള എല്ലാവരും കമ്പ്യൂട്ടറിലും അല്ലെങ്കിൽ ഫോണിലുള്ള മൊബൈലും ലുള്ള കളികൾ മാത്രമേ ഉള്ളൂ. അപ്പം മസിലില്ല, മസിലും ബോണും ഒക്കെ വീക്കാകുന്നു. അപ്പം കൊഴുപ്പ് കൂടുന്നു. പിന്നെ ഉള്ള ജങ്ക് ഫുഡെല്ലാം കൂടെ കഴിക്കുന്നു. ബിസ്ക്കറ്റും സോഫ്റ്റ് ഡ്രിങ്ക്സും പേസ്ട്രീസും അങ്ങനത്തെ സാധനങ്ങളാണല്ലോ നമ്മൾ കഴിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് പിള്ളേരിൽ ചാൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് തൈറോയിഡൈറ്റിസ് മാത്രമല്ല, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഓട്ടോഇമ്യൂൺ ഡിസീസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്യാൻസറിലേക്കും പോകുന്നതുള്ളൊരു വളരെ കോമൺ ആയി. ഇപ്പം പിള്ളേർ പാപ്പുലറി കാർസിനോമ എന്നൊക്കെ പറഞ്ഞ് ഇത് വന്ന് 10, 12, 14, 15 വയസ്സുള്ള പിള്ളേർ വരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ക്യാൻസറുകൾക്കും ഈ വെയിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ വൺസ് ക്യാൻസർ ആണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും വെയിറ്റ് ചെയ്യാൻ വില്ലിങ് അല്ല. ഉണ്ട് ശരിക്കും നമ്മുടെ മെഡിക്കൽ ലിറ്ററേച്ചറിൽ തന്നെ എക്സ്പെക്റ്റൻറ്റ് മാനേജ്മെൻ്റ് എന്നും പറഞ്ഞൊരു ഇത് കൊടുക്കുന്നുണ്ട്. അതായത് പല തൈറോയ്ഡ് ക്യാൻസറും വളരെ സ്ലോ ഗ്രോയിങ് ആണ്. നമ്മുടെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലെ, മെയിലിൽ ആണുങ്ങളിൽ വരുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലെ വളരെ സ്ലോ ഗ്രോയിങ് ആണ് തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറയുന്നത്. അതിനൊരു എക്സ്പെക്റ്റൻറ്റ് ലൈൻ ഓഫ് മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതും ജസ്റ്റ് എക്സ്പെക്റ്റൻറ്റ് ലൈൻ ഓഫ് വെറുതെ നോക്കിയിരിക്കുന്നതിനേക്കാളും മച്ച് മോർ ഇഫക്റ്റീവ് ആയിരിക്കും അത് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തുകൊണ്ട്. ഒരു എസ്പെഷ്യലി നമ്മൾ ക്യാൻസറൊക്കെ ആകുമ്പോൾ തന്നെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അത് നമ്മളൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ചെയ്യണം. നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംപ്ലി നമ്മൾ എന്താണെന്ന് നോക്കി ഒരു ഓഫ് ഹാൻഡായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഒരു ജെനറ്റിക്സ് ഇതുണ്ട്. ഈ ജെനറ്റിക്കിനേക്കാളും കൂടുതൽ ജെനറ്റിക്സ് തന്നെ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ ഇൻഫ്ലമേഷൻ. ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസിലാണ് പെടുന്നത്. അത് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് പറ്റുന്ന ഫുഡ് ഏതാ, പറ്റാത്തത് ഏതാ, ഇതൊക്കെ കണ്ടുപിടിച്ച് പ്രോപ്പർലി ഒരു ഗൈഡൻസോടുകൂടി ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ സ്ലോ ഗ്രോയിങ് ഒക്കെ ആയിട്ടുള്ളതിനൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം 10, 14 വയസ്സുള്ള കുട്ടികളിൽ നമ്മൾ തൈറോയ്ഡ് ക്യാൻസറിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ടോട്ടൽ തൈറോയ്ഡക്ടമിയാണ് ചെയ്യുന്നത്. അപ്പം എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. കാരണം എല്ലാം എടുത്തു കളയണമെന്നുള്ളതാണല്ലോ. തൈറോയിഡിനെ എടുത്തു കളഞ്ഞ് അതിൻ്റെ ലിംഫ് നോഡ്സിനെ എടുത്തു കളഞ്ഞ് അപ്പം ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ ഗ്ലാൻഡും പോകും, കാൽസിറ്റോണിനും പോകും. അപ്പം അവർ പിന്നെ സഫർ ചെയ്യേണ്ടി വരുന്നത് കാൽസ്യം ലോ ആയി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ പലരും ഉണ്ട് കാൽസ്യം ലോ ആയിപ്പോയി. കാരണം നമ്മളുടെ ഹാർട്ടിന് ബീറ്റ് ചെയ്യണമെങ്കിലും നമ്മളുടെ മസിലിന് പ്രവർത്തിക്കണമെങ്കിലും നമ്മളുടെ ഈവൻ ബ്ലഡിലെ രക്തക്കൊഴലുകളുടെ മസിലിനും ഇൻഡസ്റ്റൈൻ്റെ മസിലിനും എന്ത് മസിലും ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും വേണ്ടത് കാൽസ്യം ചാനലാണ്. കാൽസ്യം ചാനൽസ് വഴിയാണ് നമ്മുടെ മസിൽ കൺട്രാക്ഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണും കൂടെയാണ് അതിനകത്ത് ഇല്ലെന്നാകുന്നത്.
അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആകേണ്ടത് നമ്മൾ ഏത് ക്യാൻസറിനാണെങ്കിൽ പോലും നമ്മൾ തൈറോയിഡിനെ എടുത്തു കളയുന്നതിന് മുമ്പ് ഒന്നും കൂടി ചിന്തിക്കുക. അത് കുറച്ചും കൂടെ ഇപ്പം നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ളത് പല ഫെസിലിറ്റീസും ഉണ്ടല്ലോ. പെറ്റ് സ്കാൻ ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാൻ ആണെങ്കിൽ എത്ര വീക്കിലി വേണമെങ്കിലും ചെയ്താലും കുഴപ്പമില്ല. ഈ സ്കാനൊക്കെ വെച്ച് ഇത് കൂടുന്നുണ്ടോ അതോ കുറയുന്നുണ്ടോ എന്ന് നോക്കി ഒരു മോണിറ്റേർഡ് ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷനും എടുത്ത് ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. കാരണം എടുത്തു കളഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിനെ ഉണ്ടാക്കി അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. തൈറോയ്ഡ് ഹോർമോൺ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഈ കാൽസിട്രോണിനും പാരാതൈറോയ്ഡ് ഹോർമോണിനും ഇപ്പോഴും റീപ്ലേസ്മെന്റ് കൊടുക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് അത്ര ഈസി അല്ല. അത് കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ നല്ലത് റുട്ടീൻ റെഗുലർ യൂസിനൊന്നും എടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. അപ്പം അതാരും തന്നെ എടുക്കുന്നുമില്ല. അപ്പം അതും കൂടെ നമ്മൾ ഓർക്കണം. എന്നിട്ട് നമ്മൾ ഈവൻ ക്യാൻസർ ആണെന്ന് പോലും ഇന്നും ക്യാൻസറിന് പോലും നമുക്ക് വളരെ ഇങ്ങനെ അത്ര അഗ്രസീവ് അല്ലാത്ത ട്രീറ്റ്മെന്റുകൾ എടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഈ തൈറോയിഡിന്റെ കാര്യത്തിൽ പറയുന്നത് ഈ ഫെർട്ടിലിറ്റിക്ക് അതൊരു വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഹോർമോൺ പ്രൊഡക്റ്റിംഗ് എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. അതുകൊണ്ട് ഫെർട്ടിലിറ്റിയുടെ കാര്യത്തിൽ പലപ്പോഴും ഈ തൈറോയിഡിൻ്റെ ഫങ്ഷനാണ് അതിൻ്റെ പിന്നിൽ ഉള്ളത്. അപ്പം അത് എത്രമാത്രം ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്? ഈ തൈറോയ്ഡ് എന്നുള്ളത് ഈ ഹൈപ്പോതൈറോയിഡിസം ആണല്ലോ കൂടുതലും വരുന്നത്. ഈവൻ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. കാരണം നമ്മളുടെ ബോഡി എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ശരിക്കും ഫെർട്ടിലിറ്റി ഓക്കെ ആകുന്നത്. അപ്പോൾ നമ്മളുടെ മെറ്റബോളിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ അതിന് തെറ്റി അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇമ്മ്യൂൺ സിസ്റ്റമാണ് അവിടെ തെറ്റിയിരിക്കുന്നത്. അത് തൈറോയ്ഡ് ഒരു എവിഡൻസ് ആയിട്ട് കാണിക്കുന്നു. അത് നമ്മളുടെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്ന സമയമാണ്. കാരണം നമ്മളുടെ വേറൊരു ജെനറ്റിക്സ് ആണ്, ഒരു ഫോറിൻ ബോഡിയാണ്. കുഞ്ഞെന്ന് പറയുന്നത് എൻറ്റയർലി ഒരു എൻറ്റിറ്റി വ്യത്യാസമുണ്ട്. അമ്മയുടെ ജെനറ്റിക്സ് അല്ല കുഞ്ഞിൻ്റെ ജെനറ്റിക്സ്. അപ്പോൾ ആ കുഞ്ഞിനെ നമ്മളുടെ ബോഡിക്കകത്ത് വെക്കണമെങ്കിൽ അതിനൊരു ഫോറിൻ ബോഡി പോലുള്ള റിയാക്ഷൻ വന്ന് അത് റിജക്റ്റ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം അത്ര ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഇംബാലൻസിൽ ഇരിക്കുമ്പോൾ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയാണ്. അത് അബോർഷൻ വരാം, പ്രഗ്നൻ്റ് ആകാതെ തന്നെ ഇരിക്കാം, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അബോർഷനിൽ ഗ്രോത്ത് കിട്ടാതെ ഹാർട്ട് ബീറ്റ് നിന്ന് പോയെന്നൊക്കെ പറയല്ലേ, അങ്ങനെയുള്ളത് വരാം. ബ്ലൈറ്റഡ് ഓവർ എന്നൊക്കെ പറയുന്നതിന് അത് ഏത് നിലയിൽ വെച്ചിട്ടും പ്രഗ്നൻസിക്ക് ഹിൻഡ്രൻസ് വരാം. അതുപോലെ ഈ ഹൈപ്പോതൈറോയിഡിസം ഉള്ള പേഷ്യൻ്റ് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് പ്രഗ്നൻ്റ് ആയാൽ അവർക്ക് അബോർഷൻ വരാം. ഏത് സ്റ്റേജിൽ വെച്ചും അബോർഷൻ വരാം, പ്രിമച്വർ ലേബർ വരാം, കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് കുറവ് വരാം. അവർക്ക് മറ്റേ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷന്, ജസ്റ്റേഷണൽ ഡയബറ്റീസ്, അതായത് പ്രഗ്നൻസിയോട് കൂടി ഉണ്ടാകുന്ന ഡയബറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പം പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഓൾറെഡി തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ആ തൈറോയ്ഡ് പ്രോബ്ലം കറക്റ്റ് ചെയ്യുക. തൈറോയ്ഡ് T3, T4, TSH മാത്രം കറക്റ്റ് ചെയ്ത്, അതായത് തൈറോയ്ഡ് ഹോർമോൺ എടുത്ത് കറക്റ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അവർ ATG, TPO എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൻറ്റിബോഡീസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ മരുന്ന് കഴിച്ച് തൈറോക്സിൻ എടുത്ത് നമ്മൾ ഈ തൈറോയ്ഡ് ഫങ്ഷൻ നോർമൽ ആക്കിയാലും നമ്മുടെ ഉള്ളിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലംസ് ഒന്നും അവിടെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസും കൂടെ കറക്റ്റ് ചെയ്യാൻ നോക്കണം. ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു മരുന്നിനും പറ്റില്ല. ആകെ തൈറോയിഡിൻ്റെ പ്രോബ്ലത്തിന് തൈറോയ്ഡ് സപ്ലിമെൻ്റ് തരാനേ പറ്റുള്ളൂ. അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ പലപ്പോഴും കാണാറുണ്ട് 3, 4 ഒക്കെ. ഞാൻ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നതായതുകൊണ്ട് എനിക്ക് തന്നെ ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട്. ചിലർ 1ഉം 2ഉം അബോർഷനൊന്നും അല്ല, 4ഉം 5ഉം 6ഉം അബോർഷനും ഇത് വരുന്നവർക്ക് തന്നെ അതിൻ്റെ കൂടെ ഇതുണ്ടാവും. ഒരു കാര്യമായിട്ട് തൈറോയ്ഡ് ആയിരിക്കാം, അത് മാത്രമായിരിക്കുകയല്ല, പലതും ഉണ്ടാവും അതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുത്തു കഴിയുമ്പം ഈ TPO എന്നൊക്കെ പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസും നോർമലായി വരും. ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് അറ്റ്ലീസ്റ്റ് കുറയാനെങ്കിലും, കാരണം അതൊക്കെ നോർമലാണ്, ചിലപ്പോൾ 1 വർഷമൊക്കെ എടുക്കും, അത്ര സ്ട്രിക്റ്റ് ആയാലേ പറ്റുള്ളൂ. പക്ഷേ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസും കൂടെ കുറയാൻ തുടങ്ങി തൈറോയ്ഡ് ഫങ്ഷൻ
മരുന്നില്ലാതെ തൈറോക്സിൻ ഇല്ലാതെ നോർമലാക്കി നിർത്താനും ഓട്ടോഇമ്മ്യൂൺ ആന്റിബോഡീസും കുറയാനും കൂടെ തുടങ്ങി കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്രഗ്നൻസിക്ക് നോക്കാനായിട്ട്. അല്ലാതെ പ്രഗ്നൻസിക്ക് നോക്കിയാൽ ചിലപ്പോൾ കൺസീവ് ചെയ്തെന്നിരിക്കും, പക്ഷെ അപ്പം പ്രഗ്നൻസി കോംപ്ലിക്കേഷനിലേക്ക് പോകാനും ഇപ്പോൾ എന്ത് കോംപ്ലിക്കേഷൻ വന്നാലും കുഞ്ഞിനെ കിട്ടിയാൽ പോലും അതായത് ചിലപ്പം ഒരു ഗ്രോത്ത് റിട്ടാർഡഡ് ആയിട്ടോ അല്ലാതെ പ്രിമച്ചർ ബേബി ഒക്കെ ആയിട്ട് കിട്ടാം. ഈവൻ മാസം തികഞ്ഞ് പ്രസവിച്ചാലും ആ കുഞ്ഞിൻ്റെ ആരോഗ്യം അത്ര ഒപ്റ്റിമൽ ആവില്ല. അപ്പം നമ്മൾ ഒരു അസുഖവും ഇല്ലാതെ ഒരു മരുന്നും കഴിക്കാതെ ഇരിക്കുന്ന നേരത്ത് ഒരു ഒപ്റ്റിമൽ ഹെൽത്തിൽ പ്രഗ്നൻ്റ് ആയാൽ കുഞ്ഞിൻ്റെ ആരോഗ്യവും കുഞ്ഞിൻ്റെ മെൻ്റലും ഫിസിക്കലും ഒക്കെ ഉള്ള ഡെവലപ്മെൻറ്റ് ബെറ്റർ ആകാനുള്ള പോസിബിലിറ്റി ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ പ്രത്യേകിച്ചും അത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ആക്കിയിട്ട് വേണം പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാനായിട്ട്. ഈ തൈറോയിഡിൻ്റെ കാര്യം പറയുന്നത് ഈ ഡയബറ്റിസ് ഉള്ളവർക്ക് തൈറോയിഡ് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ഈ തൈറോയിഡ് ഡിസോർഡറിന് വേണ്ടി ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് ഈ മറ്റേ ഡയബറ്റീസിൻ്റെ കാര്യങ്ങൾക്കും ഡയബറ്റീസിനെ മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നും കൂടെയാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഡയബറ്റീസ് ഉള്ളവർ ഈ തൈറോയിഡിൻ്റെ പ്രശ്നവും കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക? തൈറോയ്ഡ് രോഗമുള്ളവർക്ക് ഡയബറ്റിസ് വരാനും ഡയബറ്റിസ് ഉള്ളവർക്ക് തിരിച്ച് തൈറോയ്ഡ് വരാനും സാധ്യത കൂടുതലാണ്. കാരണം ഒരു അസുഖമുള്ള ആൾക്ക് മറ്റുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഡയബറ്റിസ് ഉള്ളവർക്ക് തൈറോയ്ഡും വരാം, ക്യാൻസറും വരാം. ക്യാൻസർ എല്ലാ പോസിബിലിറ്റിയും കൂടുക. കാരണം നമ്മുടെ സിസ്റ്റം തെറ്റിയിരിക്കുക. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാം ഉള്ള സാധനമാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഒരു ടോക്സിൻ പോലെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കൂടിക്കൊണ്ടിരിക്കുന്ന ഗ്ലൂക്കോസ് ഒക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് ഫൈനലി ബാധിക്കുന്നത്. രക്തക്കൊഴലുകളെയും ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അപ്പം നാച്ചുറലി മറ്റു കാര്യങ്ങളിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. രണ്ടും ഒന്നിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഡയബറ്റീസും തൈറോയ്ഡ് കൂടെ ഒന്നിച്ചുള്ളവരാണ്. നമ്മൾ ഒരെണ്ണത്തിന് മാത്രമായിട്ട് കൊച്ചു കുട്ടികളൊക്കെ വരുന്നപ്പോൾ തൈറോയിഡിന് മാത്രമായിട്ടൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് വരുന്നത് കുറച്ചും കൂടി ഒരു കമ്പാരിറ്റീവ്ലി യങ് ഏജിലുള്ളവരാണ്. മിക്കവാറും പേരൻസ് ഒന്നും 10, 15, 12 വയസ്സുള്ള പിള്ളേർക്കൊന്നും തൈറോയ്ഡ് വന്നു കഴിഞ്ഞാലും അതിന് ഒരു നിസ്സാര വിലയേ ഉള്ളൂ, ആ മരുന്നിനുള്ള ഗുളിക അങ്ങ് കഴിച്ചാൽ മതിയല്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. ആരും ലൈഫ് സ്റ്റൈൽ കറക്ഷനും അത് തൈറോയ്ഡ് ഡിസീസിൽ നിന്ന് മാറണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന പേരൻസ് തന്നെ കൊച്ചു പിള്ളേരുടെ കാര്യത്തിൽ പോലും ഞാൻ വളരെ ചുരുക്കമേ കാണാറുള്ളെന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. കാരണം ക്ലിനിക്കലി ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ആരെയും നമ്മൾ കമ്പൽ ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് അവനവൻ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാത്രം നടക്കുന്നതാണ്. അപ്പോൾ അത് അതിന് രോഗിക്കും അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ പേരൻസിനും ഒക്കെ അത്ര അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ കാരണം 15 വയസ്സ് അല്ലെ 14 വയസ്സ് വന്നപ്പോഴേക്കും തൈറോയ്ഡ് മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ അവർ നല്ല അതായത് ലൈഫ് സ്റ്റൈലിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ അവർ മിക്കവാറും ഒരു 10-20 വയസ്സാകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഓവർ വെയിറ്റ് ആയി മോസ്റ്റ് പ്രോബബ്ലി ഒരു പ്രീ ഡയബറ്റിക്കും ഡിസ്ലൈപ്പിഡീമിയയും മറ്റ് അസുഖങ്ങളിലേക്ക് പോകാം, ഈവൻ ക്യാൻസറിലേക്ക് പോലും പോകാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലായിരിക്കും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസും അതാണ് കാണിക്കുന്നത്. തൈറോയിഡിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ലിവോതൈറോക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ക്യാൻസറിന് പോസിബിലിറ്റി ഒത്തിരി കൂടുതൽ ഉള്ളതായിട്ടാണ് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഉണ്ടായിരുന്നു. കുറച്ച് ലാർജ് പേഷ്യൻസിൽ നടത്തിയ സ്റ്റഡീസാണ്. അതിൽ പറയുന്നത് ബ്രെയിൻ ക്യാൻസർ, ഏതൊക്കെ ക്യാൻസറാണെന്ന് മറന്നുപോയി, സ്കിന്ന്, ഒരു ഫ്യൂ ടൈപ്പ് ഓഫ് ക്യാൻസറിന് 50% കൂടുതൽ ചാൻസാണ് വരുന്നത്. അങ്ങനെ ഈ തൈറോക്സിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ. തൈറോക്സിൻ ആണോ അതിന് പ്രോബ്ലം ഉണ്ടാക്കുന്നത് അതോ ഈ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഒരു ഇമ്മ്യൂണിറ്റി പ്രോബ്ലം ആണല്ലോ, ആ പ്രോബ്ലം ആയിരിക്കും ഒരു പക്ഷേ. അതായത് തൈറോക്സിൻ ആയിരിക്കുകയല്ല ഒരു കാർസിനോജനായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാവണമെന്നില്ല അതിൻ്റെ അർത്ഥം. അത് ഓരസുഖമുള്ളവർക്ക് വേറൊന്ന് വരാനുള്ള സാധ്യത കൂടുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് വരുന്നത്. അപ്പം നമ്മൾ അത് ഈ ഡയബറ്റീസ് ആണെങ്കിലും തൈറോയ്ഡ് ആണെങ്കിലും ഒന്നിച്ച് തന്നെ മാറ്റാവുന്ന. ഡയബറ്റീസ് ഇപ്പം
ക്ലിനിക്ക് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പം നമുക്ക് ഒരു ജനറൽ അഡ്വൈസ്. അപ്പോൾ അത് നമുക്കിങ്ങനെ ഇതിലൂടെയൊക്കെ പറഞ്ഞു തരുന്ന കാര്യം. പക്ഷെ അതിലുകൊണ്ട് മാത്രം പലപ്പോഴും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ കാര്യത്തിലും ഒന്നും നമുക്ക് തന്നെ ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം ഒരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ അതിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റായിട്ട് പഠിച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് അവരുടെ എന്തൊക്കെയാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി അതിന് വളരെ ഫോക്കസ്ഡ് ആയിട്ട് അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു എഫേർട്ടും എടുക്കണം. അതുകൊണ്ട് ഒന്നാമത് ഏറ്റവും പ്രധാനം പേഷ്യൻ്റ് വില്ലിങ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആയിരിക്കും ഇവർക്കെല്ലാം വരുന്നത്. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ മരുന്നുകൾ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നിർത്താൻ പറ്റും. എല്ലാ മരുന്നും ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ നമുക്ക് നിർത്താം. പിന്നെ മിക്കവാറും തൈറോയിഡിൻ്റെ മരുന്നും ഒരു നല്ല പെർസെൻറ്റേജിൽ ഒരു 1 മന്ത് കൊണ്ട് തന്നെ നിർത്താം. അപ്പോൾ അതിപ്പോൾ 100 ഗ്രാം കഴിക്കുന്നതാണെങ്കിൽ ആദ്യം 75 ആക്കി നോക്കും. എന്നിട്ട് അങ്ങനെ നമ്മൾ ഗ്രാജുവലി ആയിട്ട് വിത്തിൻ 1 or 2 മന്ത്സ് നല്ലൊരു പെർസെൻറ്റേജിലും തൈറോയിഡിൻ്റെ ഹോർമോൺസ് നിർത്തിക്കൊണ്ട് T3, T4, T6 അതായത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് നോർമൽ ആക്കാൻ പറ്റും. പിന്നെ പലരിലും വെരി ഹൈ ആയിരിക്കും പലപ്പോഴും ഈ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് TPO, TG, AMA എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഒരു TRH ഉണ്ട് ഈ ഹൈപ്പർ തൈറോയിഡിസത്തിനാണെങ്കിൽ. ഇതൊക്കെ കൂടുതലാണെങ്കിൽ അതും കൂടെ നോക്കി മോണിറ്റർ ചെയ്ത് അതും കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അപ്പം അത് കുറച്ചുകൊണ്ട് വരാൻ കുറച്ചും കൂടെ സമയമെടുക്കും. നന്നായിട്ട് നോക്കുന്ന ആൾ, അതായത് നമ്മൾ യൂഷ്വലി ഒരു 3 months ആണ് ഒരു ഫുൾ മോണിറ്ററിങ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 6 months അടുത്തൊരു 3 months കൂടെ കുറച്ചും കൂടെ നമ്മൾ ഈ സപ്പോർട്ട് ന്യൂട്രീഷൻസും എല്ലാം കുറച്ചുകൊണ്ട് വന്ന് നിർത്തും. പക്ഷേ ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് പ്രത്യേകിച്ച് തൈറോയിഡുള്ളവർക്ക് അവർ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് നോർമൽ ആകുന്നത് വരെ, അതായത് ബോഡി കോമ്പോസിഷൻ ടോട്ടലി കറക്റ്റ് ചെയ്യുന്നോടം വരെ നോക്കിയാൽ മാത്രമേ ഈ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് കൊണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അവർ റിയലി സേഫ് ആകുന്നത്. അപ്പോൾ അവരുടെ ഹെൽത്ത്, പിന്നെ അവർക്ക് അങ്ങനെയുള്ളവർക്ക് പിന്നെ ഫ്യൂച്ചറിൽ ഈ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് തെറ്റുന്നുണ്ടോ, തൈറോയ്ഡ് ഫങ്ഷൻ തെറ്റണമെന്നില്ല, അത് നോക്കുമ്പോൾ തന്നെ അറിയാം അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കും പോകുന്നതെന്ന്. ഈ തൈറോയിഡിൻ്റെ ഹോർമോൺസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്ക് അവരുടെ ലിവർ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ ലിവർ ആണ് ഈ തൈറോയിഡിൻ്റെ ഹോർമോൺസിൻ്റെ കൺവേർഷനിലൊക്കെ വലിയ പങ്ക് വഹിക്കുന്ന. അതേസമയം ഈ തൈറോയിഡിൻ്റെ ഹോർമോൺസിൻ്റെ എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അത് ലിവറിനെ ബാധിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ ഈ ലിവർ ഹെൽത്ത് ഈ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർ എങ്ങനെയാണ് അത് ശ്രദ്ധിക്കുക? തൈറോയിഡിൻ്റെ പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്കെല്ലാം ഡിസ്ലൈപ്പിഡീമിയ ഉണ്ടാവും. അതായത് നമ്മളുടെ ബ്ലഡിൽ കൊഴുപ്പ് കൂടുതലായിരിക്കും, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുതലായിരിക്കും. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ലിവറിന് വേണ്ട ഒരു മേജർ ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. കാരണം ലിവറാണല്ലോ മെറ്റബോളിസത്തിന് വേണ്ട എല്ലാ റോ മെറ്റീരിയൽസും ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം വരുന്നത് നമ്മളുടെ ഭക്ഷണത്തിൽ കൂടെ തന്നെയാണ്. ഈ രോഗത്തിൻ്റെ എല്ലാം അടിസ്ഥാനം ഇരിക്കുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഫുഡാണല്ലോ. ഫുഡിൽ കൂടെ വരുന്ന ടോക്സിൻസും ഫുഡിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. അത് ഭക്ഷണത്തിൽ നിന്ന് നേരെ ചെല്ലുന്ന ലിവറിലേക്കാണ്. ലിവറാണ് ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് വന്നിരിക്കുന്ന ഡെഫിഷ്യൻസി എല്ലാം ആദ്യം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ലിവറിനായിരിക്കും. അപ്പം തൈറോയിഡിൻ്റെ ഒരു രോഗമുള്ളവർക്ക് ഡെഫിനറ്റ്ലി അവരുടെ ലിവറിന് മിക്കവാറും ഫാറ്റി ലിവർ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ തൈറോയിഡിൻ്റെ രോഗം നമ്മൾ ഈ തൈറോക്സിനും കഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയാണ് ലിവറിനും കുറച്ച് തൈറോക്സിനൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം ഉണ്ടാകും. പക്ഷെ എന്നാലും ഇതിൻ്റെ ഈ മെറ്റബോളിസത്തിൽ എറർ അവിടെ തന്നെ കിടക്കുക. അത് ലിവറിനെയും ഇത് ചെയ്തുകൊണ്ടിരിക്കും. അത് ഫാറ്റി ലിവർ 1 നിന്ന് തൈറോയിഡ് നമ്മളിങ്ങനെ മരുന്നൊക്കെ കഴിച്ച് കൺട്രോൾ ചെയ്താലും ഫാറ്റി ലിവർ 1 നിന്ന് 2 ആയി പിന്നെ സിറോസിസ് വരാനും അങ്ങനത്തെ പ്രോബ്ലത്തിലേക്ക് പോകാനും, പിന്നെ അതിനൊപ്പം തന്നെ ഇതെല്ലാം പാൻക്രിയാസിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ പാൻക്രിയാസിലേക്കുള്ള പ്രോബ്ലംസ് വരുമ്പോഴേക്കുമാണ് പിന്നെ അത് ഡയബറ്റിസ് ആയിട്ട് മാറുന്നത്. അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും, നമ്മളുടെ മേഴത്തിൽ നമുക്ക് മൊത്തത്തിൽ ടയർഡ്നെസ് ആയിരിക്കും. ടയർഡ്നെസ് വരുമ്പോൾ നമ്മൾ കരുതും ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണെന്ന്. അപ്പോൾ നമ്മൾ കൂടുതൽ ഭക്ഷണം എടുത്ത് കഴിക്കും. അപ്പോൾ ഇതെല്ലാം പോയി ഫാറ്റായിട്ടടിയും. ഈ ഫാറ്റ് പിന്നെയും കൂടി വരുന്നതനുസരിച്ച് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതൽ തെറ്റും. ലിവറിനകത്ത് ഫാറ്റ് അടിഞ്ഞുകൊണ്ടിരിക്കും.
സോ ഇതിങ്ങനെ ഒരു സൈക്ലിക്കലായിട്ട് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇതെങ്ങനെ അഗ്രവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എന്നാൽ ഇതെല്ലാം നമ്മൾ ചെയ്താലും ഈ തൈറോക്സിനൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ മറ്റുള്ള ഇങ്ങനത്തെ ഈ വെയിറ്റ് കൂടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വെയിറ്റ് കൂടിയത് കുറയ്ക്കാനോ ഒന്നും നമുക്ക് രോഗികൾക്ക് തന്നെ അറിയാം. പിന്നെ അവരുടെ ക്ഷീണത്തിനൊന്നും വലിയ വ്യത്യാസമൊന്നും കിട്ടുന്നില്ല. ഡെഫിനറ്റ്ലി തൈറോക്സിൻ എടുക്കുമ്പോൾ കുറച്ച് വ്യത്യാസം വരും. പക്ഷെ എന്നാലും അത് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാകില്ല. ഒരു ആശ്വാസമൊക്കെ ഉണ്ടാവും. കഴിക്കാതിരിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും കഴിക്കുമ്പോൾ ഉള്ളത്. പക്ഷെ ഇതിങ്ങനെ ഇത് ഈ പല രീതിയിൽ വരുന്നത് കൊണ്ടാണ്. കാരണം ബേസിക് പ്രശ്നം കിടക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലും നമ്മളുടെ ലൈഫ് സ്റ്റൈലിലുമാണ്. അത് കറക്റ്റ് ചെയ്യാതാൽ മാത്രമേ അതിനകത്തുനിന്ന് നമുക്ക് ഫുള്ളി മാറാനായിട്ട് പറ്റുള്ളൂ. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ ഈ തൈറോക്സിൻ കഴിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ ഓരോരോ അസുഖങ്ങളും കൂടെ വരും. അതിൻ്റെ കൂടെ അതിനും കൂടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം വീണ്ടും ഇമ്മ്യൂൺ സിസ്റ്റത്തിനും സ്ട്രെസ്സാണ് വരുന്നത്. ദെൻ ഫൈനലി ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുക. ഈ TSHും ആൻറ്റി TPOയും കൂടുതലായാൽ BP കൂടുമോ എന്നുള്ളത്. ബിക്കോസ് സാധാരണ ഈ തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് ഉള്ളവർക്ക് അവരുടെ പ്രഷർ ഇഷ്യൂസും വരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. തൈറോയിഡും ആൻറ്റി TPOയും കൂടുന്നതുകൊണ്ടല്ല, അവിടെ ഒരു തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതൊരു ഹോർമോൺ പ്രോബ്ലമാണ്. അതുപോലെ നമ്മുടെ മറ്റ് ഹോർമോൺ ഗ്രന്ഥികളെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളുടെ ഈ മറ്റേ ഈ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവരുടെ ബോഡിയിൽ എക്സസ് ഫാറ്റ് ഉണ്ടാവും. അതിപ്പം അവർ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ പോലും അവരുടെ ബോഡിയിൽ എക്സസ് ഫാറ്റ് ഉണ്ടാവും. ഈ ഫാറ്റിൽ നിന്ന് വരുന്ന കുറേ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇതും നമ്മളുടെ നമ്മളുടെ BP കൺട്രോൾ ചെയ്യുന്നതും പലതരം ഹോർമോൺസ് ആണ്. അപ്പം അതിനും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ കൊണ്ടാണ് ആക്ച്വലി BP കൂടാൻ തുടങ്ങുന്നത്. അതായത് തൈറോയ്ഡ് രോഗമുള്ളവർക്ക് ഡയബറ്റിസ് വരുന്ന പോലെ തന്നെ ചാൻസ് കൂടുതലാണ് BP കൂടാൻ. അപ്പം അതായത് ഒരു ഹോർമോൺ പ്രോബ്ലം ഉള്ള ആൾക്ക് മറ്റു ഹോർമോൺ പ്രോബ്ലംസും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതെല്ലാം നമ്മളുടെ ബോഡിയുടെ എല്ലാ ഫങ്ഷനെയും കൺട്രോൾ ചെയ്യുന്നത് ഫൈനലി വരുമ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അതിനൊരു നമ്മളെല്ലാവരും എപ്പോഴും പ്രതിരോധശേഷി എന്നാണ് പറയുന്നത്. പ്രതിരോധം മാത്രമല്ല, ഹീലിങ്ങും ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ വർക്കാണ്. അപ്പം ഈ ഹീലിങ്ങും പ്രതിരോധവും കൂടെ വരുമ്പം അതിൻ്റെ ബാലൻസ് തെറ്റുന്നത് കൊണ്ടാണ് വരുന്നത്. അപ്പം ജസ്റ്റ് ലൈക്ക് തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്ക് ഡയബറ്റിസ് വരുന്നത് പോലെ, അതുപോലെ തന്നെ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്ക് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുന്നത് പോലെ BPയും കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുമ്പം അവരുടെ രക്തക്കുഴലുകളിലൊക്കെ ഈ കൊഴുപ്പടിയാൻ തുടങ്ങും. അപ്പം രക്തക്കുഴലുകൾ ബ്ലോക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസും കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്ക് റീപ്രൊഡക്റ്റീവ് ഏജ്, അതായത് മെൻസസ് നിൽക്കുന്നോടം വരത്തേക്ക്, മെനോപോസ് എത്തുന്നോടം വരത്തേക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ കുറഞ്ഞാണ്. പക്ഷെ ഇപ്പം നമ്മൾ എത്ര ലേഡീസാണ് ഈ ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നത്? അപ്പം അവർക്ക് തൈറോയ്ഡ് ഉള്ളവർക്കാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം അവിടെ ലിവറിൽ പ്രോബ്ലം ഉണ്ട്, ഫാറ്റി ലിവർ ഉണ്ടാവും, ഡിസ്ലൈപ്പിഡീമിയ ഉണ്ടാവും. അതുപോലെ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്ക് ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടാവും. പല പേഷ്യൻസും കാണാം ഓൾറെഡി ഗോൾ ബ്ലാഡർ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും സ്റ്റോൺ ആയിട്ട് വരുമ്പം. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിന് ചാൻസ് കൂടുതലാണ്. തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്ക് മിക്കവാറും ഓവർ വെയിറ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ മറ്റ് പ്രോബ്ലംസും ഇതുണ്ടാകും. ഈവൻ വേറെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മളിപ്പം കാണുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ഈ ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടിയിട്ട് ബ്രസ്റ്റ് റിമൂവലും റേഡിയേഷനും കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വരുന്ന പേഷ്യൻസിൽ ഒരു 90% തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവരാണ്. ഞാൻ കൃത്യമായിട്ട് പറയുകയല്ല, ഞാൻ എൻ്റെ ഒരു അസംഷനിൽ നിന്ന്, നമ്മളിപ്പോൾ ഒരു സ്റ്റഡി നടത്തിയിട്ടാണോന്നല്ല, നമ്മളൊരു ക്ലിനിക്കൽ നമുക്കൊരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ നമ്മളൊരു ഔട്ട് പേഷ്യൻ്റ് കാണുന്നതിനകത്ത്, അത് വെച്ചിട്ടാണ് പറയുക. അതപ്പോൾ അവനവൻ തന്നെ നോക്കിയാൽ മതി. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള പേഷ്യൻസോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുള്ളവരുടെ ഒന്ന് എടുത്തു നോക്കിയാൽ അവർക്ക് മിക്കവാറും തൈറോയിഡിൻ്റെ പ്രോബ്ലത്തിന് ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഒന്നെങ്കിൽ അവരുടെ എന്തെങ്കിലും ഗോയിറ്റർ വന്നിട്ട് തൈറോയ്ഡ് എടുത്ത് കളഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവരായിരിക്കും, അല്ലെ ഹൈപ്പോതൈറോയിഡിസത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്നവരായിരിക്കും. ഈ ഒരു ഗ്രൂപ്പിനാണ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുള്ളത്. ഈ ഹാഷിമോട്ടോസ് കണ്ടീഷന് വേണ്ടി മരുന്ന് കഴിക്കുമ്പോൾ ആ ഹോർമോൺ ലെവൽസ്
വിത്തിൻ നോർമൽ ലിമിറ്റ്സ് ആണെങ്കിൽ പോലും ഈ ഹെയർ ഫോള്, വെയിറ്റ് ഗെയിൻ, ഇൻഫ്ലമേഷൻ എന്നുള്ളതൊക്കെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അത് നമ്മൾ ആ തൈറോയ്ഡ് ഹോർമോണിനെ എടുത്ത് TFT, തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് മാത്രമേ അതിനകത്ത് നോർമൽ ആകുന്നുള്ളൂ. അപ്പൊ അതിന് നമ്മുടെ റിയൽ ട്രീറ്റ്മെന്റ് അവിടുത്തെ നമ്മുടെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യുന്നില്ല. അത് ജസ്റ്റ് ആ ബ്ലഡ് പാരാമീറ്റേഴ്സിനെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അവിടെ ATGയും TPOയും ഒന്നും കറക്റ്റ് ആയിട്ടില്ല. അവരും കൂടെ കറക്റ്റായി വന്നാലേ നമ്മളുടെ രോഗം മാറുന്നുള്ളൂ. അതായത് രോഗം ബാധിച്ചിരിക്കുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയെ മാത്രമല്ല, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ്. ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ രോഗത്തെ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഇംബാലൻസിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത്രയും കാലം നമുക്ക് ഇങ്ങനെ മറ്റുള്ള ഈ ക്ഷീണവും ഹെയർ ഫോളും ഈവൻ പലരും ഉണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞ് കഷണ്ടിയായി വരാൻ തുടങ്ങും. അത്ര ഇതിലേക്ക് ഹെയർ ഫോളിലേക്ക് പോകും. അതാണ് അത് പരലി ഓരോ മറ്റുള്ള അവയവങ്ങളെ അപ്പം ഈ തൈറോയിഡിനെ ബാധിച്ച് ഹെയർ ഫോളിക്കിളിനെ ബാധിക്കാനും കൂടെ തുടങ്ങുന്നു. അല്ലെങ്കിൽ ഇതിന് ഈ തൈറോയിഡിന് കാരണമായ പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ഉണ്ടാവും. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരുമ്പം ബോഡി എപ്പോഴും ആദ്യം ഡിസ്കാർഡ് ചെയ്യാൻ ആദ്യം ബോഡിക്ക് അത്യാവശ്യമില്ലാത്തത് ഹെയർ ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഹെയർ വേണ്ടെന്നല്ല, ഹെയറിനെ ആയിരിക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കളയാനുള്ളത് വേറെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പം അതിനെ ഒന്ന് ബോഡി ഏറ്റവും അതിൻ്റെ നമുക്ക് സർവൈവലിന് വേണ്ടിയിട്ട് വേണ്ട ആവശ്യമില്ലല്ലോ ഹെയർ. അപ്പം അതിനായിരിക്കും ഏറ്റവും സർവൈവലിന് വേണ്ടാത്ത കാര്യങ്ങളെ ആയിരിക്കും ബോഡി എക്സ്ക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഹെയർ ഫോൾ വരുന്നത്. അപ്പം ഹെയർ ഫോൾ വരുമോ, സ്കിന്നിൽ കളർ ചേഞ്ചസ് വരുമോ ഒക്കെ ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു രോഗത്തിൻ്റെ ലക്ഷണം നമ്മളെ കാണിച്ചു തരികയാണ് ബോഡി. അപ്പം അതെന്ത് കാരണമാണെന്ന് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യാൻ നോക്കണം. ഹെയർ ഫോൾ വരുമ്പം നോക്കുമ്പോൾ തൈറോയിഡിൻ്റെ കുഴപ്പമാണെന്നും പറഞ്ഞ് കണ്ടുപിടിച്ചാൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കുറവാണെന്നും പറഞ്ഞ് ജസ്റ്റ് തൈറോയിഡ്സിൻ കഴിച്ചാൽ അപ്പോഴത്തെ ക്ഷീണത്തിനൊക്കെ ഒരു ഇച്ചിരി കുറവ് വരുത്താൽ തൈറോയിഡിൻ്റെ പ്രോബ്ലം മാത്രമേ കറക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം കറക്റ്റ് ചെയ്യുന്നില്ല. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണം. കറക്റ്റായിട്ടുള്ള ഫുഡ്, ഡെഫിഷ്യൻസി ഏതാണ്, എക്സസ് ഏതാണ്, നമുക്ക് പറ്റാത്തത് വരുന്നുണ്ടോ, പിന്നെ എക്സസൈസ് ആവശ്യത്തിന് വരുന്നുണ്ടോ, ബോഡിയിൽ എക്സസ് ഫാറ്റ് ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ മറ്റേ TPOയും ATGയും ഒക്കെ കുറഞ്ഞു വരും. അപ്പോഴേക്കും നമ്മുടെ ഹെയർ ഫോളും കാര്യങ്ങളും ഒക്കെ മാറി മുടിയൊക്കെ ആണെങ്കിലും പതുക്കെ കിളുത്ത് വരാൻ തുടങ്ങും. ഈ തൈറോക്സിൻ കഴിക്കുമ്പോൾ വെറും വയറ്റിൽ കഴിക്കണമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. തൈറോക്സിൻ എടുക്കുമ്പോൾ തൈറോക്സിൻ എടുക്കുമ്പം നമ്മൾ അത് ഭക്ഷണത്തിനകത്ത് മിക്സ് ചെയ്ത് പോയി അബ്സോർപ്ഷൻ കുറഞ്ഞു പോകാതിരിക്കാനാ ഫാസ്റ്റിംഗ് ഉദ്ദേശിക്കുന്ന. റംസാൻ ഫാസ്റ്റിങ്ങിനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതിൽ കുഴപ്പമില്ല. അത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇപ്പം രാവിലെ ആണല്ലോ, അപ്പം നമ്മൾ സാധാരണ നമ്മൾ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നെങ്കിൽ റംസാൻ സമയത്ത് നമ്മൾ 3 മണിക്ക് വല്ലതും ആയിരിക്കും എഴുന്നേറ്റ് കഴിക്കുന്നത് അല്ലേ. 3 മണിക്ക് എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും വ്രതം സംബന്ധിച്ച് നിസ്കാരം അങ്ങനത്തെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡിലേക്ക് വരും. അതായത് ഒരു അരമണിക്കൂർ മുമ്പ് അത് കഴിക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ ഇനി മറന്നുപോയാലും തൈറോയിഡിൻ്റെ ഹോർമോൺസ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ വ്രതസമയത്താണെങ്കിലും അത് ആ ഒരു ഗ്യാപ്പ് വയറ് ഫുള്ളായിട്ടിരിക്കുമ്പം ഭക്ഷണത്തിന് ശേഷമല്ല കഴിക്കേണ്ടതെന്നേ ഉള്ളൂ. വയറ് എംറ്റി ആയിട്ടിരിക്കുമ്പം ഏത് സമയത്താണെങ്കിലും കഴിക്കാം. ഐഡിയലി ഇപ്പം എല്ലാം എന്ത് മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കുന്നതിന് പകരം 3 മണിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കഴിക്കുക, അത്രേ വരുന്നുള്ളൂ. അപ്പം അന്നേരമോ അല്ലെങ്കിൽ പിന്നെ 5 മണിക്ക് മുമ്പായിട്ട് പിന്നെ ഫുഡ് കഴിക്കുമല്ലോ, അതിൻ്റെ കൂടെ. അതായത് ബിഫോർ ഫുഡ് കഴിക്കേണ്ടതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കഴിക്കുക. ആഫ്റ്റർ ഫുഡാണെങ്കിൽ മെയിൻ ഫുഡിൻ്റെ ശേഷമായിട്ട് കഴിക്കാം. അത്രയേ ഉള്ളൂ നമ്മൾ ഈ നോമ്പ് സംബന്ധമായിട്ട് നോക്കേണ്ടത്. തൈറോക്സിനെ സംബന്ധിച്ച് ബിഫോർ ഫുഡ് ആയതുകൊണ്ട് എഴുന്നേൽക്കുമ്പോഴേ തന്നെ രാവിലെ കഴിക്കുക. അല്ലാത്ത ആഫ്റ്റർ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ രാവിലത്തെ തന്നെ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. പിന്നെ BP-യുടെ ഒക്കെ മരുന്ന് കഴിക്കുന്നവരും ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്നവരും അവരുടെ ഡയറ്റും കൂടെ നോക്കി അവരുടെ ഡോക്ടേഴ്സിനോടും കൂടെ കൊടുത്തിരിക്കുന്ന ഡോക്ടേഴ്സിനോടും കൂടെ ചോദിച്ചൊക്കെ കഴിക്കുക. ഞാൻ മരുന്ന് കഴിക്കുന്നതല്ല, ഞാൻ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുകയല്ല. യൂഷ്വലി ഞാൻ ഇതെല്ലാം മരുന്ന് കുറച്ചുകൊണ്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ BP-യുടെ മരുന്നിൻ്റെയൊക്കെ കാര്യത്തിൽ
അങ്ങനത്തെ നമ്മൾ ഈ മരുന്നിന് ഇപ്പം ഷുഗറിൻ്റെ മരുന്നൊക്കെ നമ്മൾ ഭക്ഷണം കുറച്ച് വെച്ചിട്ട് ആ ഡോസ് അനുസരിച്ച് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ BP താഴെ പോകും, ഷുഗർ താഴെ പോവുകയൊക്കെ ചെയ്യും. അത് അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഡോക്ടറോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. യൂഷ്വലി എൻ്റെ പേഷ്യൻസൊക്കെ നമ്മൾ നോക്കുമ്പം അവർക്ക് വെരി കംഫർട്ടബിളാണ്. കാരണം രാവിലെ തന്നെ ഈ നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് ഇതാണ്, രാവിലെ ഫുഡെല്ലാം ഇത് ചെയ്യുക. അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ മരുന്നില്ലല്ലോ, ഡയബറ്റീസിനും BP-ക്കും ഒന്നും മിക്കവാറും മരുന്നുണ്ടാവില്ല. മരുന്ന് വരുന്നില്ല മിക്കവാറും. സ്റ്റേബിൾ ഒരു നോമ്പ് നോക്കാൻ സാധിക്കുന്ന ഒരു പേഷ്യൻറ്റിന് അപ്പോഴേക്കും തന്നെ ഇത് ആയിട്ടുണ്ടാകും. മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അതിന് മുമ്പും, ഭക്ഷണമാണെങ്കിലും അതിന് മുമ്പ്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നോമ്പ് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവരും അതേസമയം കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉള്ളവർക്ക് ഈ കിഡ്നിയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തൈറോയിഡിനെ എഫക്റ്റ് ചെയ്യും, തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ചെയ്യുന്ന കാര്യങ്ങൾ കിഡ്നിയും എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു? തൈറോയിഡ് യൂഷ്വലി ഈ കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു ഓട്ടോഇമ്മ്യൂൺ നെഫ്രൈറ്റിസ് എന്നൊക്കെ പറയുന്നതാണ് കിഡ്നിക്ക് വരുന്ന ഒരു മേജർ രോഗം. അത് ഈ തൈറോയിഡും ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെങ്കിലും ഗ്രേവ്സ് ഡിസീസ് ആണെങ്കിലും അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഈ നമ്മളുടെ ഒരു ഓർഗനെ അസുഖം ബാധിച്ചിട്ടുണ്ട്, വേറൊരു ഓർഗനെ വരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഓട്ടോഇമ്മ്യൂൺ ഡിസീസിൻ്റെ കാര്യത്തിൽ അത് മോർ ഇതാണ്. തൈറോയ്ഡ് ഉള്ള ഒരാൾക്ക് ഈ CKD-യിലേക്ക് പോകാം, അതായത് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് പോലെ വന്ന് റീനൽ ഫങ്ഷൻ കുറയാം. അപ്പോൾ തൈറോയിഡിന് അസുഖമുള്ള എല്ലാവരും കിഡ്നി ഫങ്ഷനും കൂടെ നോക്കണം. കിഡ്നി ഫങ്ഷൻ നോക്കിയാലും ജസ്റ്റ് ക്രിയാറ്റിനൊക്കെ നോക്കിയാൽ പോരാ, GFR നോക്കണം, മൈക്രോ ആൽബുമിനും നോക്കണം. യൂറിനിൽ കൂടെ പ്രോട്ടീൻ ലോസും വരും, അതുപോലെ GFR കുറയത്തേ ഉള്ളൂ ആദ്യം. അതുപോലെ അവർക്ക് ഈ യൂറിക് ആസിഡോ റീനൽ ഫങ്ഷനിലെ ഏതെങ്കിലും പാരാമീറ്റേഴ്സ് കൂടുകയോ കുറയോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. കുറയെന്ന് പറഞ്ഞാൽ GFRൻ്റെ കാര്യത്തിൽ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. യൂറിൻ മൈക്രോ ആൽബുമിനാണെങ്കിൽ കൂടുകയാണ് ചെയ്യുന്നത്. അത് യൂറിക് ആസിഡ് കൂടാം. ഇതൊക്കെ വന്നാൽ അവരുടെ കിഡ്നിക്കും കൂടെ ബാധിക്കുന്നുണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണം, അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പം കിഡ്നി ആണെങ്കിലും നമ്മൾ അറിയില്ല, അതൊക്കെ കിഡ്നി ഫങ്ഷനൊക്കെ അങ്ങ് തീരെ കുറഞ്ഞ് GFR ഒക്കെ തീരെ നീരൊക്കെ വന്നു കഴിയുമ്പോഴേ നമ്മൾ അറിയാൻ തുടങ്ങുള്ളൂ. നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ അതെല്ലാം കറക്റ്റ് ചെയ്ത് റീനൽ ഫെയിലിയറിലേക്കൊക്കെ പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തൈറോയിഡിനുള്ളവർക്ക് പിന്നെ ആർത്രൈറ്റിസ് ഒക്കെ പിന്നെ നമുക്ക് വേദന വരുമ്പോഴെങ്കിലും നമ്മൾ അറിയും. അത് പിന്നെ ഈ തൈറോയ്ഡ് ഉള്ളവർക്ക് ലിവറിൻ്റെ ആണെങ്കിലും ഒരു ഓട്ടോഇമ്മ്യൂൺ ലിവർ ഡിസീസും കൂടെ വരാം. അപ്പോൾ ഈ പലർക്കും തൈറോയ്ഡ് ഉള്ളവർക്ക് ഫാറ്റി ലിവർ ഫങ്ഷൻ പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം ജസ്റ്റ് ഫാറ്റ് അടിയുന്നത് മാത്രമാവണമെന്നില്ല, അതിൻ്റെ കൂടെ ഓട്ടോഇമ്മ്യൂൺ ലിവർ ഹെപ്പറ്റൈറ്റിസ് പോലെയും വരാം. അതുകൊണ്ട് മൈൽഡ്, അത് വെരി ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഓട്ടോഇമ്മ്യൂൺ ലിവർ ഡിസീസ് ഉണ്ട്. അതുപോലെ ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നതുമുണ്ട്. ഇതുപോലെ തന്നെ കിഡ്നിയുടെ കാര്യത്തിലും ഉണ്ട്, സ്ലോ ആയിട്ട് പോകുന്ന ഓട്ടോഇമ്മ്യൂൺ ഡിസീസും ഉണ്ട്, ഫാസ്റ്റായിട്ട് പോകുന്നുമുണ്ട്. അപ്പം മിക്കവാറും ഇതിലൊക്കെ ഉള്ളത് വലിയ സിംറ്റമാറ്റിക് ആകുമ്പോൾ സ്ലോ ആയിരിക്കും, പക്ഷെ അത് വർഷങ്ങളെടുക്കും പ്രോഗ്രസ് ചെയ്യാൻ. അപ്പം അതിൻ്റെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പോകാതെ നമുക്ക് നോക്കാം. നമുക്ക് നമ്മളുടെ ബോഡിക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെയൊക്കെ അത്തരം രോഗങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ക്യാൻസറിനെ പറ്റി ഒരു കാഴ്ചപ്പാട് ചില കാര്യങ്ങളിൽ വാച്ച്ഫുൾ വെയിറ്റിംഗ് ആണ് പലപ്പോഴും കൂടുതൽ നല്ലത് എന്നുള്ള രീതിയിലാണ്. അതെന്തുകൊണ്ടാണ്? ഈ സാധാരണ ക്യാൻസറിൻ്റെ കാര്യത്തിലൊക്കെ അപ്പം തന്നെ അതിൽ എന്തെങ്കിലും ആക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ പൊതുവെ ധാരണ. തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത വളരെ സ്ലോ ഗ്രോയിങ് ആണ്. അങ്ങനെ പഴയ കാലത്തായിരുന്നു ഇപ്പോൾ തൈറോയ്ഡ് നമുക്ക് എന്തെങ്കിലും ഒരു ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉടനെ അത് റിമൂവ് ചെയ്യുക എന്നുള്ള ആ ട്രെൻഡ് നമ്മളുടെ വെസ്റ്റേൺ വേൾഡിലൊക്കെ അത് മാറി വരികയാണ്. പക്ഷേ നമ്മളുടെ ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഒരു ട്രെൻഡിൽ എപ്പോഴാണെങ്കിലും കാണുന്നത്, ഇപ്പോഴും ഞാൻ കാണുന്ന പേഷ്യൻസിൻ്റെ വെച്ച് നോക്കിയാൽ
എങ്ങനെയെങ്കിലും എടുത്തു കളയണം എന്നുള്ളൊരു ചിന്തയാണ്. കാരണം അത് ഇപ്പം ഞാൻ ഓർക്കുന്നു ഒരു ഗേൾ ഓൺലി 14 ഇയേഴ്സ്. അപ്പൊ അവര് എന്തിനാ NRIs ആണ്. അത് ജസ്റ്റ് ഒരു തൊണ്ടവേദനയ്ക്ക് പോയതാണ്. തൊണ്ടവേദനയ്ക്ക് പോയപ്പം ഒരു അസുഖം ഇല്ലാതിരുന്ന കൊച്ചാ. അതിന് തൊണ്ടവേദന വന്നു. അവര് പോയപ്പം ഒന്ന് സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു. സ്കാൻ നോക്കിയപ്പം അവിടെ 1-2 ലിംഫ് നോഡ്സ് ഒരു സസ്പീഷ്യസ് ആയിട്ട് കണ്ടു. അവര് ഉടനെ ബയോപ്സി പറഞ്ഞു. അപ്പൊ അവിടുന്ന് ബയോപ്സി എടുത്തപ്പോൾ അവർക്ക് ബയോപ്സി കിട്ടിയില്ല ശരിക്കും. അത് കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് ട്രീറ്റ്മെന്റിന് വന്നു. ഇമ്മീഡിയറ്റ്ലി ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവരപ്പം തന്നെ അവര് പറഞ്ഞു ഒന്നും കൂടെ ഒന്ന് ബയോപ്സി എടുത്ത് നോക്കി ഒരു പെറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അവരോട് പറഞ്ഞു നേരെ ഒന്നും ചെയ്യണ്ട, ഈ റിപ്പോർട്ടൊക്കെ മതി, എടുത്തു കളഞ്ഞാൽ മതി. ഇമ്മീഡിയറ്റ്ലി തൈറോയിഡിനെ എടുത്തു കളയാം, അയഡിൻ ട്രീറ്റ്മെന്റ് കൊടുക്കാം. ഇതിന്റെ ഇടയിലാണ് അവർക്ക് അവരുടെ ഫാമിലിയിൽ ആരൊക്കെയോ ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ട് വന്ന് ഈ ഡയബറ്റീസും അങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ട്, നമ്മുടെ അടുത്ത് വരുന്നു. അപ്പൊ ഈ കുട്ടിക്ക് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങി. പക്ഷെ ഒരു മാസം കൊച്ചിന്റെ ഇതൊക്കെ ആക്ച്വലി ഈ സ്കാനിങ്ങിലൊക്കെ അതിന്റെ സൈസ്, സ്വെല്ലിങ്ങിന്റെ സൈസും കുറഞ്ഞു വന്നതാ 1 മന്ത് കഴിഞ്ഞ് എടുത്തു നോക്കിയിട്ട്. പക്ഷെ ഒരു 2nd മന്ത് ആയപ്പോഴേക്കും അവർ ഓൾറെഡി പോയി ചെയ്തു കഴിഞ്ഞു. ഈ 2nd മന്തിന് റിവ്യൂവിന് വരുന്ന സമയമായപ്പോഴേക്കും അവർ വിളിച്ചു പറഞ്ഞു അവർ സർജറി ചെയ്തു, ഇനി അയഡിൻ ഇല്ലാത്ത ഫുഡേ കഴിക്കാൻ പാടുള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഇതിൽ അയഡിനും ആവശ്യത്തിന്, അതായത് നമുക്ക് ബോഡിക്ക് വേണ്ടത്രയും അയഡിനും ഉണ്ടാവും. അതുകൊണ്ട് അതും കഴിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ആ 14-15 വയസ്സേ ഉള്ളൂ. ആ കുട്ടിയുടെ തൈറോയ്ഡ് കംപ്ലീറ്റ് ടോട്ടൽ തൈറോയ്ഡക്ടമിയും അതിനോടനുബന്ധിച്ചുള്ള ഇതിനകത്ത് കൂടെ ലിംഫ് നോഡ്സ് വരും. അപ്പൊ അതാണ് ക്യാൻസർ സർജറിക്ക് വേണ്ടി, അതാണ് റാഡിക്കൽ സർജറിയാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പം ആ ലിംഫ് നോഡ്സും എടുത്തു കളഞ്ഞു. പിന്നെ ഇനി എന്തെങ്കിലും മിച്ചം തൈറോയിഡിന്റെ അവിടെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് റേഡിയോ അയഡിൻ ട്രീറ്റ്മെന്റും എടുത്തു. ആ 15 വയസ്സോടുകൂടി ആ കൊച്ചിന് ഇനി തൈറോയ്ഡ് ഗ്ലാൻഡ് ഇല്ല, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഇല്ല, കാൽസിറ്റോണിൻ ഹോർമോൺ ഇല്ല എന്നുള്ള നിലയിലേക്ക് വന്നു. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. അതിന്റെ മദറിന്റെ ഫാമിലിയാണ് ഈ ക്ലിനിക്കൽ സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനെ കുറിച്ച് മോർ അവയർനെസ്. പക്ഷെ ഫാദറിന്റെ ഫാമിലിക്ക് അറിയില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ അവർ പലരുടെയും പല ഒപ്പീനിയനാണല്ലോ വരുന്നത്. അപ്പം മദർ 1-2 മാസം പിടിച്ചു നിന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരും ഇത് ചെയ്യേണ്ട വന്നു. 10-15 വയസ്സുള്ള കൊച്ചിന് എവിടെ വോയിസ് വരുന്നില്ലല്ലോ. അപ്പം എടുത്തു കളഞ്ഞാല് അങ്ങ് തീർന്നല്ലോ എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ക്യാൻസർ എന്ന് കരുതി എടുത്തു കളഞ്ഞാലും പ്രശ്നമൊന്നും തീരുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് 5-6 വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ക്യാൻസർ കയറി വരുന്നില്ലേ. അപ്പൊ പലപ്പോഴും പലരും അടുത്ത് എന്നാ പിന്നെ അങ്ങ് എടുത്തു കളഞ്ഞാൽ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. ഇപ്പൊ പലരും ചോദിക്കും പ്രോസ്റ്റേറ്റിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, എന്നാ പിന്നെ ഡോക്ടറെ എന്നാ ഞങ്ങൾ അങ്ങ് എടുത്ത് കളഞ്ഞേക്കട്ടെ എന്ന്. പക്ഷെ എടുത്തു കളഞ്ഞാലും നമ്മൾ ഇത് നോക്കിക്കൊണ്ടാണ് ഇരിക്കേണ്ടത്. എടുത്തു കളഞ്ഞു കഴിഞ്ഞാലും എല്ലാ 6 മാസം കൂടുമ്പോഴും 3 മാസം കൂടുമ്പോഴും 1 ഇയർ ഒക്കെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എടുത്തു കളഞ്ഞാലും ക്യാൻസർ മാറുന്നില്ല, അതിന് ജീവിതകാലം മുഴുവൻ നമ്മളെ ഫോളോ ചെയ്യും. അപ്പൊ ഇപ്പം നമ്മളുടെ എല്ലായിടത്തെയും ട്രെൻഡ് അതൊരു തെറ്റായ കാഴ്ചപ്പാടുകൂടെ ആണെന്നുള്ളത് പലതിലും വരുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് ക്യാൻസറിന്റെ കാര്യത്തിലും പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ കാര്യത്തിലുമാണ്. ഇതുപോലെ തന്നെ അതേസമയത്ത് ചില പേരൻസ് ഉണ്ട്, ഫാദറിന്റെയും മദറിന്റെയും, അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ളവർ, അവർക്കൊരു വിശ്വാസമുള്ളവരാണെങ്കിലും പല പേഷ്യൻസും ഉണ്ട് അതേസമയത്തും സസ്പീഷ്യസ് തൈറോയ്ഡ് ഇത് വന്നു എടുത്തു കളയാൻ പറഞ്ഞവരൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ മിക്കവാറും അവർക്കെല്ലാം ഈ TPOയും ആന്റി-TGയും ഒക്കെ കൂടുതലായിരിക്കും. തൈറോയ്ഡ് ഫങ്ഷൻ പലപ്പോഴും കറക്റ്റ് ആയിരിക്കും. പക്ഷെ TPOയും ആന്റി-TGയും അതുപോലെ പല ഓട്ടോഇമ്മ്യൂൺ മാർക്കേഴ്സും ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സും ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഈ പേഷ്യന്റിന് ഗുണം കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ തന്നെ ഇത് മതി. തൈറോയിഡിന്റെ കാര്യത്തിൽ വളരെ ഈസിയാണ്. ഈ TPOയും ആന്റി-TGയും ഒക്കെ മോണിറ്റർ ചെയ്യാം. അതുപോലെ അൾട്രാസൗണ്ട് സ്കാനിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. പിന്നെ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ലോ.
പേഷ്യൻ്റെ തൊണ്ടവേദനയോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നുണ്ടോ, ജനറലി എനർജറ്റിക് ആകുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയാൽ മതി. അപ്പം ഇതുപോലെ തന്നെ ഞാൻ ഒരു ഗേളുടെ കാര്യമായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു കുട്ടി ഇതുപോലെ തന്നെ വന്നു. ഹീസ് ഓൾസോ 10ാം ക്ലാസ്സിലെന്തോ പഠിക്കുന്നത്, അത്രേ ആയിട്ടുള്ളൂ, 16 ഇയേഴ്സ് ഉള്ളത്. അവരുടെ പേരൻസ് വന്ന് ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ ആദ്യം അവൻ പറയുമായിരുന്നു കാര്യം ഇതാണ് പറഞ്ഞിരിക്കുന്നത്, തൈറോയിഡിൻ്റെ ക്യാൻസറിൻ്റെ തുടക്കം ഉണ്ടെന്നാണ്. അപ്പോൾ അവരും ഇത് തന്നെയാണ്, തൈറോയിഡക്ടമി പ്ലസ് റാഡിക്കൽ തൈറോയിഡക്ടമി പ്ലസ് ചെയ്യാവുന്നത് റേഡിയോ അയോഡിൻ തെറാപ്പിയാണ് അവരോടും പറഞ്ഞത്. അവർ പക്ഷെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ച ആദ്യത്തെ 8th ഡേ ആയപ്പോൾ പറഞ്ഞു ആ ചൂടൊന്നും ഇതുവരെ മാറിയിട്ടില്ല, ബോഡിക്ക് മൊത്തം ചൂടാന്നായിരുന്നു പറയുന്നത്. അതാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള സിംറ്റം ആയിട്ടുണ്ടായിരുന്ന മൊത്തത്തിൽ ചൂട്. അപ്പം പക്ഷെ ഒരു 2 ആഴ്ച ആയപ്പോഴേക്കും ആ ചൂടൊക്കെ പോയി. റിപ്പീറ്റ് 1 മാസം ആകുമ്പോൾ തന്നെ റിപ്പീറ്റ് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. ആ നൊഡ്യൂളിൻ്റെ സൈസ് കുറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാനുള്ള അതിനുള്ള ഒരു മനസ്സും അതിനുള്ള മനസ്സിലാക്കാനുള്ള കഴിവും ഒക്കെ ഉള്ളവർക്ക്, കാരണം എല്ലാവരുടെയും ഒരു ട്രെൻഡ് അനുസരിച്ച് പോവുക എന്നുള്ളതാണല്ലോ. പിന്നെ പല ഒപ്പീനിയനുകൾ കേൾക്കും. ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്തവർ പറയുന്ന ഒപ്പീനിയനും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ക്യാൻസറാണ് അപ്പോൾ തന്നെ എടുത്തു കളയണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അത് ഒത്തിരി ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോഴും അത് മാറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒത്തിരി സൈഡ് എഫക്ട്സും അതിൻ്റെ കഷ്ടപ്പാടുകളും അത് കഴിഞ്ഞിട്ട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം റാഡിക്കൽ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽസ്യം മെറ്റബോളിസത്തെ അഫക്റ്റ് ചെയ്യുന്ന ഹോർമോണും കൂടെയാണ് പോകുന്നത്. തൈറോയിഡിൻ്റെ നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാം. അത് അങ്ങനെ ഒത്തിരി പേരെ കാണുന്നുണ്ടെന്നുള്ളതാണ്. ഈ കാൽസ്യം ഒക്കെ ചിലപ്പോൾ 6 ഒക്കെ ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഇവർക്ക് വല്ലതും പറ്റുമോ എന്ന് നമ്മൾ ഓർക്കും. കാൽസ്യം ഒക്കെ 5ഉം 6ഉം 7ഉം ഒക്കെ ആയിട്ട് കാണുന്ന പേഷ്യൻസ് ഉണ്ട്. അവർ പലപ്പോഴും റിപ്പീറ്റഡ് ഹോസ്പിറ്റൽ അഡ്മിഷൻസും വേണ്ടി വരും. പെട്ടെന്ന് ക്ഷീണം വന്ന് ഈ കാൽസ്യം കുറഞ്ഞു പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ വരാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ബുദ്ധിമുട്ടുകളുമായിട്ട് നടക്കേണ്ടി വരികയും ചെയ്യാം. ഈ തൈറോയിഡും വയറസുഖവുമായിട്ട് ശരിക്ക് എന്താ ബന്ധം? എന്താണെന്ന് വെച്ചാൽ പറയുന്നത് പല വയറസുഖങ്ങളും ഭക്ഷണവുമായിട്ട് കഴിക്കുന്ന ആ ഭക്ഷണവുമായിട്ടല്ല കണക്റ്റഡ്. തൈറോയിഡിൻ്റെ ഫങ്ഷൻ കാരണമാണ് പലപ്പോഴും വയറസുഖങ്ങൾ വരാറ് എന്നാണ്. അത് എത്രമാത്രം ശരിയാണ്? കഴിക്കുന്ന ഭക്ഷണം നമ്മളുടെ ഇൻറ്റസ്റ്റൈൻ ഗട്ടെന്നാണ് പറയുന്നത് ബേസിക്കലി. അപ്പം നമ്മളുടെ ഹെൽത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഇൻറ്റസ്റ്റൈൻ തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഗട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറഞ്ഞ് തന്നെ ഇപ്പം അതിൻ്റെയൊക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. നമ്മളുടെ ഗട്ടും നമ്മളുടെ ബ്രെയിനും തമ്മിൽ കണക്ഷൻ ഉണ്ട്. നമ്മളൊരു എൻഡറിക് നെർവ് സിസ്റ്റം തന്നെയുണ്ട്. പിന്നെ ലീക്കി ഗട്ട് സിൻഡ്രോമും ഈ ഓട്ടോഇമ്യൂൺ ഡിസീസുമായിട്ട് വളരെയധികം ബന്ധമുണ്ടെന്നാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് പറ്റാത്ത ചിലതൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കസ്, നമ്മുടെ സ്കിന്നിനെ കവർ ചെയ്തിരിക്കുന്ന പോലെ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ കൂടെ ഒരു കവറിങ് ഉണ്ടല്ലോ, ആ കവറാണ് നമ്മളുടെ ഫുഡിനെ അബ്സോർബ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അവിടെ വിള്ളലുകളോ അൾസറോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിൻ്റെ അൺഡൈജസ്റ്റഡ് ഫുഡും അതുപോലെ ബാക്ടീരിയസും ഒക്കെ നേരെ ബ്ലഡിലേക്ക് കയറി പോകും. അപ്പം ഈ ബാക്ടീരിയസും അൺഡൈജസ്റ്റഡ് ഫുഡും അതൊക്കെ ഒരുതരം ടോക്സിൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഫുഡിലെ ടോക്സിൻ ഒരു സൈഡ്, പിന്നെ ഈ ഫുഡിലെ ടോക്സിൻ കാരണം ഉണ്ടാകുന്ന അൾസറുകളും അങ്ങനത്തെ കാര്യങ്ങളും കൂടെ കൂടി ഇതും നമ്മുടെ ഓട്ടോഇമ്യൂൺ ഡിസീസിന് കാരണമാകും. അത് തൈറോയിഡിന് മാത്രമല്ല, നമുക്ക് ഈ ആർത്രൈറ്റിസ്, ഈ ലങ്സിന് വരുന്ന ഒരു ഇൻഡസ്ട്രിഷ്യൽ ലങ് ഡിസീസ് ഉണ്ടല്ലോ, അതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഈ സോറിയാസിസ്, എക്സീമ, ഇതൊക്കെ ആയിട്ട് ഗട്ടുമായിട്ട് ബന്ധമുണ്ട്. ഇൻറ്റസ്റ്റൈനും ഭക്ഷണമായിട്ടാണ് എല്ലാ രോഗങ്ങളും തന്നെ കണക്ട് ചെയ്ത് കിടക്കുന്നത്. അതിൽ ഈ തൈറോയിഡിൻ്റെതും തന്നെ വരുന്നുണ്ട്. അപ്പം അതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത്, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ ഹെൽത്ത്, നമ്മുടെ കുടലിൻ്റെ ഹെൽത്ത്, അതാണ് എല്ലാത്തിൻ്റെയും ബേസായിട്ട് കിടക്കുന്നത്.
അപ്പം അതിൽ നമ്മൾ കണ്ടുപിടിച്ച് നമ്മളെന്താ കുഴപ്പമുള്ള സാധനം കഴിക്കുന്നതെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അത് നോക്കി മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ഇൻ്റലിജൻസ്, അവയർനെസ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു എന്താ എഡ്യൂക്കേഷനൊക്കെയാണ് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് പറ്റാത്ത ഫുഡ് ഏതാ, പറ്റുന്ന ഏതാന്ന് കണ്ടുപിടിക്കണം. അതിനകത്ത് ഏറ്റവും വിഷാംശം ഏത് സാധനം വരുമ്പോഴാണ് ഇത് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഈ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് ഇന്നീ കഴിക്കുന്ന മരുന്നുകളും ഓപ്പറേഷൻസും എല്ലാം ഒരു 90% ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ തൈറോയിഡിന്റെ പ്രവർത്തനവും നമ്മളുടെ മാനസിക ആരോഗ്യവും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നു. തൈറോയിഡിന്റെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ടെന്ന്. അത് എത്രമാത്രം ശരിയാണ്? ഈ തൈറോയ്ഡ് അസുഖമുള്ളവർക്ക് പലപ്പോഴും ഡിപ്രഷന്, ബൈപ്പോളാർ ഡിസീസ് ഇതിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അവർ കൂടുതൽ ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് ഡിസോർഡേഴ്സ് ആയിരിക്കും കൂടുതൽ കാണിക്കുന്നത്. ഹൈപ്പോ ആണെങ്കിൽ യൂഷ്വലി ഡിപ്രഷൻ, അവർക്കും സ്ട്രെസ്, ഡിപ്രഷൻ, ഡൾനെസ് അതൊക്കെ ആയിരിക്കും കൂടുതൽ കാണിക്കുന്നത്. ഇപ്പം ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് കാണിക്കുന്നത് നമ്മളുടെ ഈ സൈക്യാട്രിക് മാനിഫെസ്റ്റേഷൻസ് പലതിലും ഈ ബ്രെയിനിൻ്റെ ഇൻഫ്ലമേഷനുമായിട്ട് ബന്ധമുണ്ടെന്നാണ്. ശരിക്കും സൈക്യാട്രിക് ഡിസോർഡേഴ്സ് വരുന്നത് നമ്മുടെ ഈ ബ്രെയിനിലെ കെമിക്കൽസിൽ വരുന്ന വേരിയേഷൻസ് കൊണ്ടാണ്. അതിൻ്റെ പലതരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്നത് കുറവോ കൂടുതലോ ഒക്കെയാണ് നമ്മളെ, അതായത് 2 തരമുണ്ട് ബാലൻസ്. ഇങ്ങനെ നമ്മളെ മോർ എനർജറ്റിക് ആക്കുക, അഗ്രസീവ് ആക്കുന്ന ഇതിന് വേണ്ടിയിട്ട് വരുന്ന ഒരു തരം ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിരിക്കും. നമ്മളെ ക്വയറ്റൻ ചെയ്യുക, റിലാക്സ് ചെയ്യുക ഒക്കെ വേറെ ഇതൊക്കെയാണ്. അപ്പം ഇതിലൊക്കെ വരുന്ന വേരിയേഷൻസ് നമ്മളുടെ മാനസിക രോഗവുമായിട്ട് വരും. അപ്പം അവിടെയും എന്തെങ്കിലും ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്ന അവിടുത്തെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസൊക്കെ പോലെ വരുന്നതാണ്. അതുപോലെ അങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ട് വന്ന് ബ്രെയിനിന് ഇൻഫ്ലമേഷൻ വരുന്നതാണ് ഇങ്ങനെ കാര്യങ്ങൾ, ഈ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഈവൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് പല ഫ്യൂ സ്റ്റഡീസൊക്കെ കാണുന്നുണ്ട്. ഈവൻ നമ്മൾ ഈ മെത്തോട്രെക്സേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ ജോയിൻ്റ് സോറിയാസിസിനും ക്യാൻസറിന് ആദ്യം അതായിരുന്നു. അതുപോലെ ഈ സോറിയാസിസ്, പിന്നെ ആർത്രൈറ്റിസ്, ഈ വാമവാദത്തിനൊക്കെ കൊടുക്കുന്ന മെത്തോട്രെക്സേറ്റ് എന്നുള്ള മരുന്ന് സ്കിസോഫ്രീനിയയ്ക്ക് കൊടുത്തിട്ട് അതിൽ അവർക്ക് ബെനിഫിറ്റ് വരുന്നു, അത് ഇതാണെന്നൊക്കെയുള്ള പോലും സ്റ്റഡീസ് പോലും അതിന് സ്കിസോഫ്രീനിയ, ഏറ്റവും നമ്മൾ സൈക്കോസിസ് എന്ന് പറയുന്ന കണ്ടീഷനാണല്ലോ, അതിന് ബെനിഫിറ്റ് വരുന്നു എന്നുള്ള ഫ്യൂ സ്റ്റഡീസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിലെല്ലാം ഏത് അസുഖമാണെങ്കിലും നമുക്കിപ്പം മനസ്സിലാകുന്നത് ഇപ്പം ഈ മോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും മോർ ഒരു വൈഡർ അണ്ടർസ്റ്റാൻഡിങ് വരുമ്പം ഇതെല്ലാം ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഒരെണ്ണം ഉള്ളവർക്ക് മറ്റത് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പം ഈ ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് മറ്റ് ഈവൻ മാനസിക രോഗങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പം അത് കുട്ടികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പലരും ഉണ്ട് ഈ 10-12 വയസ്സൊക്കെ ആകുമ്പോൾ മുതൽ തൈറോക്സിൻ കഴിച്ചിരിക്കുകയായിരിക്കും. അതുപോലെ അത് കഴിഞ്ഞിട്ട് അവർ മിക്കവാറും പിള്ളേർ കുറച്ചൊരു 10-12 ക്ലാസ് അല്ലെ 18 പ്ലസ് ടുവിലേക്കൊക്കെ വരുമ്പോഴേക്കും അവർക്ക് സൈക്യാട്രിക് മെഡിസിൻ, പരീക്ഷയുടെ സ്ട്രെസ് താങ്ങാൻ പറ്റുന്നില്ല, അന്ന് അങ്ങനെ സൈക്യാട്രിക് മെഡിസിൻസിലേക്ക് പോകേണ്ടി വരുന്നു. പിന്നെ അതിങ്ങനെ ഒരു തരം ചിലർ കുറച്ചുകൂടി കഴിഞ്ഞായിരിക്കും, കോളേജിൻ്റെ എക്സാം ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊഫഷണലൊക്കെ പോയിരിക്കുന്നവർ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒക്കെ ആയി കാണും. പിന്നെ അവർ എൻജിനീയറിങ്ങിനോ മെഡിസിനോ ഒക്കെ പോയി അതിൻ്റെ എക്സാം ടൈമിലാകുമ്പോഴേക്കുമായിരിക്കും ഈ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ അവിടെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയും നമ്മളുടെ ഫുഡും നമ്മളുടെ ലൈഫ് സ്റ്റൈലും കറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പം തൈറോയിഡ് ഇപ്പം തന്നെ ഞാൻ ഓർക്കുന്നു, അത് ഒരു പ്രൊഫഷണൽ കോഴ്സിന് പഠിച്ചുകൊണ്ടിരുന്ന, അതിപ്പോൾ PGക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പം അവർക്ക് 3-4 എൻ്റെ അടുത്ത് വരുമ്പോഴേക്കും ഒരു 2 വർഷമോ 3 വർഷമായിട്ടൊരു 4-5 സൈക്യാട്രിക് മെഡിസിൻ ഉണ്ട്. അവർക്ക് തൈറോയിഡും ഉണ്ട്, സൈക്യാട്രിക് ഡിസോർഡേഴ്സും ഉണ്ട്, സൈക്യാട്രിക് ഡിസീസും ഉണ്ട്. അത് ഒരു എക്സാം ടൈമിലാണ് ഇത് കൂടുന്നത്. അപ്പോൾ പിന്നെ പുതിയൊരു കോഴ്സിന്, ആക്ച്വലി പോസ്റ്റ് ഗ്രാജുവേഷൻ എന്തോ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് കൂടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും
മാരിറ്റൽ പ്രോബ്ലംസും കൂടെ വന്ന് അതൊക്കെ കൂടെ വരുമ്പോഴേക്കും ആകെ അഗ്രവേറ്റഡ് ആവും. അപ്പം ഈ കുട്ടിയുടെ ആണെങ്കിലും ഇതെല്ലാം പഠിത്തം നിന്ന് പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് നമ്മൾ ഇത് വന്ന് സൈക്യാട്രിക് മെഡിസിൻ നിർത്തിക്കൊണ്ടുവരാൻ പറ്റി, തൈറോയിഡിൻ്റെ മരുന്ന് നിർത്തിക്കൊണ്ടുവരാൻ പറ്റി. മറ്റേ ഇനിയിപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് ആണ് കുറേ കൂടെ സമയം എടുക്കുന്നത്, കൂടുതൽ ടൈം എടുത്തേ പറ്റുള്ളൂ. പക്ഷെ അവരുടെ ആ പഠിത്തവും അവരുടെ എനർജി ലെവലും പലർക്കും പഠിക്കാൻ ഈ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് തൈറോക്സിനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ പഠിത്തം ഒന്നും ശരിയാകാതെ പോകും, അവരുടെ ഫോക്കസ് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് അവർക്ക് പറ്റാതെ വരും. അപ്പം അത് വീണ്ടും സ്ട്രെസ്സാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി പഠിക്കാനും ഉണ്ട്, പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല എന്ന് പറയുമ്പോൾ പിള്ളേർ സ്ട്രെസ്സിലേക്ക് പോകുന്നത് നാച്ചുറലാണല്ലോ. അപ്പം അതിലേക്കും വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം അതിന് നമ്മൾ റൂട്ട് കോസ് അല്ലെങ്കിൽ അടിസ്ഥാന കാരണം തന്നെ കറക്റ്റ് ചെയ്ത് പോകണം. നമ്മളുടെ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.